ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ മുറി പണിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമല്ലേ, എല്ലാം നല്ല ഭംഗിയായിട്ടിരിക്കുന്ന മുറിയല്ലേ. ഇതിനകത്ത് 4 പോയിന്റ് വയറെടുക്കണം എന്ന് പറഞ്ഞ ദിവസം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ആ മൂലയ്ക്ക് ഈ മൂലയ്ക്ക് 6-7 മൂലയ്ക്ക് ഓരോ എടുത്തിട്ട് ഒരു വയറ് ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതിനുശേഷം ഇത് എങ്ങനെ ആയിരിക്കും ഇതിന്റെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് ഒരിക്കൽ സൃഷ്ടിക്കപ്പെട്ട അല്ലെങ്കിൽ അത് നടന്നു കഴിഞ്ഞു. ജാനകി എന്ന് പറയുന്ന സിനിമ പിറവി എടുത്തു കഴിഞ്ഞ സിനിമയാണ്, അത് ജനിച്ചു കഴിഞ്ഞ സിനിമയാണ്. സെൻസർ ബോർഡിൽ അത് കാണുന്ന മൊമെന്റിൽ കണ്ടതിന് ശേഷം അവർ ഓക്കെ പറയുന്ന മൊമെന്റിൽ അത് ആ സിനിമ ജനിച്ച സിനിമയാണ്. ഇതെന്തിനും അവർ ഷോക്കേസ് നോട്ടീസ് നമ്മൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ എങ്ങനെ അതിനെപ്പറ്റി അതിന്റെ റീസൺ എന്താണ് അവർ പറയുന്നത്? റിജക്ട് അല്ലെങ്കിൽ റിജക്ട് ചെയ്യാനോ അത് പെൻഡിങ് വെക്കാനുള്ള റീസൺ ഇതുവരെ നമ്മളെ മുമ്പിൽ തുറന്നു പറഞ്ഞിട്ടില്ല. അത് അറിയാത്തപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്താണെന്ന്. നമസ്കാരം. സെൻസർ സർട്ടിഫിക്കറ്റ് വൈകുന്നതിനെതിരെ JSK ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ റിലീസ് സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുകയാണ്. നിർമ്മാതാക്കൾ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ മുംബൈയിൽ CBFC റിവൈസ് കമ്മിറ്റി നാളെ സിനിമ കാണുന്ന സാഹചര്യത്തിൽ ഇതിന്റെ തീരുമാനം അറിയിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. ദൈവങ്ങളുടെ പേര് സിനിമയ്ക്ക് കൊടുക്കരുതെന്ന് പറയാൻ ഭരിക്കുന്നത് താലിബാൻ അല്ലെന്ന് സിനിമയുടെ സംവിധായകൻ പ്രവീൺ നാരായണൻ പറഞ്ഞു. ദൈവങ്ങളുടെ പേരിന് സിനിമയിൽ വിലക്കുണ്ടോ? ജാനകി എന്തിന് വെട്ടണം? സിനിമയിൽ അനൌദ്യോഗിക വിലക്കുകളോ? ഈ വിഷയത്തിൽ നമുക്കൊപ്പം ശ്രീ പ്രകാശ് ബാരെ, സംവിധായകൻ, ശ്രീ രാഹുൽ ഈശ്വർ, ഹിന്ദുത്വ ആക്ടിവിസ്റ്റ്, MN കാരശ്ശേരി, സാമൂഹ്യ നിരീക്ഷകൻ, ശ്രീ MP പത്മകുമാർ, സംവിധായകൻ എന്നിവർ ചേരുന്നു. ആദ്യം ചിത്രത്തിന്റെ സംവിധായകൻ നമുക്കൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പ്രവീൺ, കേൾക്കാമോ? അദ്ദേഹം അല്പസമയത്തിനകം ടെലിഫോൺ ലൈനിൽ ചേരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം രാഹുൽ ഈശ്വർ ചേരുന്നു. രാഹുൽ, സിനിമയിലെ ജാനകി എന്ന പേരാണ് ഈ വിവാദങ്ങൾക്കൊക്കെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അത് ഔദ്യോഗികമായി അറിയിക്കുന്നില്ല. പകരം വലിയ രീതിയിലുള്ള സമ്മർദ്ദം സിനിമയുടെ അണിയറ പ്രവർത്തകർ നേരിടുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഹിന്ദു ദൈവങ്ങളുടെ പേരിന് സിനിമയിൽ വിലക്കോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ടത് സംബന്ധിച്ച് പ്രത്യേക മാനദണ്ഡങ്ങളോ ഉണ്ടോ? എനിക്ക് 2-3 കാര്യങ്ങൾ. ഒന്ന്, ഒരു സിനിമ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരുപാട് എഫേർട്ടിൻ്റെ ഭാഗമായി വന്നതാണ്. ആ എഫേർട്ടിനെ നമ്മൾ ബഹുമാനിക്കണം. അവരുടെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. 2, ജാനകി സീതാദേവിയുടെ പേരാണ്, പവിത്രമായ പേരാണ്. പക്ഷേ നമുക്ക് ഒരുപാട് അത്തരം സിനിമകളിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ എന്ന് പേരുള്ള സിനിമകൾ ഉണ്ടായിട്ടില്ലേ, ഒരുപാട് രാമൻ എന്ന് പേരുള്ള സിനിമകൾ ഉണ്ടായിട്ടില്ലേ. അപ്പോൾ എന്താ ഈ വിവാദത്തിൻ്റെ പുറകിൽ എന്ന് അറിയില്ല. അതുതന്നെയാണോ കാരണമെന്ന് അറിയില്ല. ലഭ്യമായ മാധ്യമ വാർത്തകൾ സൂചിപ്പിക്കുന്നത് അനൗദ്യോഗികമായി വാക്കാൽ ആവശ്യപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നില്ല ജാനകി എന്നൊരു പേര് ഉപയോഗിച്ചുകൊണ്ട് ആരുടെയും സെന്റിമെന്റ്സ് ഒക്കെ ഹേർട്ട് ആവും. കാര്യം ജാനകി ഒരു ജനറിക് നെയിം കൂടെയാണ്, ഒരുപാട് പേർക്ക് ഇടുന്നൊരു പേരാണ്. അത് ജാനകി ആവാം, അല്ലെങ്കിൽ മേരി ആകാം, അല്ലെങ്കിൽ ഫാത്തിമയാകാം. എല്ലാ മതങ്ങളിലും അതേപോലെ വിശുദ്ധി ഉള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ സീത എന്നാണ് കുറച്ചുകൂടെ പ്രാധാന്യമുള്ള പേര്. ഇപ്പൊ രാഘവൻ എന്ന് ശ്രീരാമന് മറ്റൊരു പേര് ചില ആൾക്കാർ സൂചിപ്പിക്കുന്നതും ശ്രീരാമൻ എന്ന് തന്നെയാണ് പ്രധാനമായിട്ട് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അതാണോ വിവാദത്തിന്റെ കാരണമെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കണമെന്നാണ് ശ്രീ സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്ന, സിനിമ ഇഷ്ടപ്പെടുന്ന ആളെന്ന രീതിയിൽ ഇപ്പം ജാനകി എന്ന പേര് എല്ലായിടത്തും ഒക്കെ യൂസ് ചെയ്ത് കാണുമല്ലോ. ഇനി അവസാന നിമിഷത്തിൽ അത് മാറ്റാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. കാര്യം അല്ലെങ്കിൽ ലഭ്യമായ മാധ്യമ വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നില്ല ജാനകി എന്ന പേരിന് അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാകേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലതാനും. ഇപ്പോൾ കാളി പോലുള്ള വാക്കുകളാണെങ്കിൽ അതൊരു ദേവിക്ക് വേണ്ടി മാത്രമാണ്. സാധാരണ ഒരു വ്യക്തിക്ക്, സാധാരണഗതിയിൽ ഒരു സ്ത്രീക്ക് കാളി എന്നൊന്നും പേരിടാറില്ല, ദേവീ സൂചകമായി മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. ഇപ്പം ദുർഗ കുറെ കൂടെ ജനറിക് ആയിട്ട് ഇടാറുണ്ട്. ഇപ്പം ചാമുണ്ടേശ്വരി എന്നൊന്നും ഒരു സ്ത്രീക്ക് പേര് പൊതുവേ ഇടാറില്ല. അപ്പോൾ ഇത് എനിക്ക് അത് തന്നെയാണോ കാര്യമെന്ന് എനിക്കറിയില്ല. എന്തായാലും സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസയും നൽകുന്നു. അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്തരം കാര്യങ്ങൾ നമ്മൾ ഓവർ ടച്ച് ആകണമെന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം ജാനകിയൊക്കെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നൊരു പേരല്ലേ. ജാനകി ഒരു ജനറിക് നെയിം കൂടെ തന്നെയാണല്ലോ. ഇനി വേറെ കഥയുടെ ഉള്ളിൽ എന്തെങ്കിലും മതപരമായ കോണ്ടെക്സ്റ്റ് ഉണ്ടോ, എന്തെങ്കിലും ഇന്റർ റിലീജിയസ് കാര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പൊതു മാധ്യമത്തിൽ ആവശ്യമില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് വിവാദം മാറട്ടെ. അനുപമ പരമേശ്വരൻ അടക്കം വളരെ പ്രഗത്ഭരായ നമ്മുടെ താരങ്ങൾ കുറച്ച് കാലത്തിന് ശേഷം മലയാളത്തിലേക്ക് വരികയാണ്. ശ്രീ സുരേഷ് ഗോപി അടക്കമുള്ള നമുക്ക് എല്ലാം ഇഷ്ടമുള്ള സിനിമാ താരവും കേന്ദ്രമന്ത്രിയും ഒക്കെയുണ്ട്. ഈ വിവാദങ്ങൾക്കപ്പുറം പെട്ടെന്ന് ആ സിനിമയ്ക്ക് എത്താൻ കഴിയട്ടെ. എന്താണ് കാര്യമെന്ന് പൊതുമാധ്യമങ്ങളിൽ നിന്ന് വ്യക്തമല്ല. സിനിമയുടെ ഭാഗത്തെ ആൾക്കാർ കുറെ കൂടുതൽ വിശദീകരിച്ചാൽ നല്ലതായിരുന്നു. ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഇതിന്റെ സംവിധായകൻ. ദൈവത്തിന്റെ
പേര് സിനിമയ്ക്ക് ഇടരുത് എന്ന് പറയാൻ ഇവിടെ ഭരിക്കുന്നത് താലിബാനൊന്നും അല്ലല്ലോ എന്ന് ചോദിച്ചിരുന്നു. അദ്ദേഹം ഈ കാര്യങ്ങൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിൽ കിട്ടുമെന്നായിരുന്നു രാഹുൽ പ്രതീക്ഷിച്ചിരുന്നത്. നമുക്കറിയാം ഈ ഹിന്ദുത്വ വിഷയങ്ങൾ, വിശ്വാസപരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളാണ്. അതിൽ എക്സ്ട്രീം നിലപാട് പലപ്പോഴും സ്വീകരിച്ചിരിക്കുന്ന രാഹുൽ ഈശ്വറിന് പോലും ഇത് അങ്ങനെ ഒരു വിഷയമല്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ കാര്യം മാത്രം ഒന്ന് എക്സ്ട്രീം അല്ല എന്നും സ്ട്രോങ് നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇത്തരം കാര്യങ്ങളിൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഉണ്ണികൃഷ്ണനും രാമനും ഒക്കെ ശീർഷകങ്ങളുള്ള സിനിമകൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ. ശ്രീകൃഷ്ണപുരത്തെ ക്ഷേത്രത്തിലടക്കം ശ്രീകൃഷ്ണൻ പേരുള്ള സാധനമാണെന്ന് പറയാം, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് റെഫറൻസുകളുണ്ട്. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെയാണോ എന്നറിയില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് മാറ്റി കൊടുക്കണം. സിനിമയെ ആ രീതിയിൽ തന്നെ കാണണം. ഉള്ളിൽ ഇപ്പൊ സീതയോടെന്തെങ്കിലും മോശമായ റെഫറൻസ് ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രവർത്തകർ പറയുന്ന ഇത് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നുണ്ട്. അവരുടെ പ്രമേയമേ അതുമായി ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല. ഒരു കോർട്ട് റൂം ഫിലിമാണ് അവർ എടുക്കുന്നത്. ഇപ്പൊ സുരേഷ് ഗോപി സാർ അടക്കമുള്ള ആൾക്കാർ നിൽക്കുമ്പോൾ അവർ അതുള്ളതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം അടക്കമുള്ള സിനിമയിലെ അങ്ങനെ ഇൻസെൻസിറ്റീവായ ഒരു കാര്യങ്ങളും കടന്നു വരില്ല. ഒരു സർവ്വമത വിശ്വാസിയാണ് ശ്രീ സുരേഷ് ഗോപി. എല്ലാ മതങ്ങളെയും ആഴത്തിൽ ആദരിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ച് വലിയ അറിവും ബോധ്യവും ഒക്കെ ഉള്ള വ്യക്തിയാണ് ശ്രീ സുരേഷ് ഗോപി. അപ്പൊ അതുകൊണ്ടാണ് ഈ വിഷയം അവർ ഉന്നയിക്കുന്നതിനെ എല്ലാവരും, എനിക്ക് തോന്നുന്നു ഏത് പക്ഷത്ത് നിൽക്കുന്നവരാണെങ്കിലും ബഹുമാനത്തോടെയാണ് കാണുന്നത്. സിനിമയൊക്കെ മുടങ്ങിയാലോ അല്ലെങ്കിൽ സമയം താമസിച്ചാലോ ഒരുപാട് രൂപ ചെലവ് വരുന്ന ഒരു സംഭവമാണ്. ഒരുപാട് നഷ്ടം അവർക്കുണ്ടാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിഷയം വരണം. ഞാൻ പത്മകുമാർജിയുടെയും ഒരു യൂട്യൂബിലൊക്കെ കൊടുത്ത് അദ്ദേഹം ജയന്തി എന്നൊരു സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് മാറ്റേണ്ടി വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ കാണുകയുണ്ടായി ഈ വിഷയത്തിന്റെ ഭാഗമായിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ദൗർഭാഗ്യകരമാണ്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് സെൻസർ ബോർഡ് മാറ്റി കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, തുടരുക രാഹുൽ. ഇപ്പോൾ എം പി പത്മകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എം പി പത്മകുമാർ, ഈ ജാനകി സിനിമയുടെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് അവർക്ക് ഒഫീഷ്യലായി ഇതാണ് നിങ്ങളുടെ സിനിമയ്ക്ക് സെൻസറിങ് വൈകുന്നതിനുള്ള കാരണം എന്ന ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. ഞാൻ ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ വിളിക്കുകയും അവരോട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവർ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചുവെങ്കിൽ പോലും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അവർ തയ്യാറാകുന്നില്ല. കാരണം ഇത് കോടതിയിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ്. മാത്രവുമല്ല, അവർക്ക് ഇതാണ് കാരണം എന്നത് ചൂണ്ടിക്കാണിച്ച് പറയാൻ ഉള്ള ഒഫീഷ്യലായിട്ടുള്ള ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നത് കൂടിയാണ് അവരെ ഒന്ന് പിന്നോട്ട് വലിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ കാര്യങ്ങൾ വ്യക്തമാണ്. ഇന്ന് താലിബാൻ അല്ല ഇവിടം ഭരിക്കുന്നതെന്ന ഡയറക്ടറുടെ പ്രതികരണം ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ഇവിടെ താങ്കളാണ് സമാനമായ തരത്തിൽ ഒരു അനുഭവം നേരിടേണ്ടി വന്ന വ്യക്തി. താങ്കൾ അത് തുറന്നു പറഞ്ഞതാണ്. എന്താണ് താങ്കളുടെ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ? ശ്രീ പ്രവീണിന്റെ ഈ JSK എന്നൊരു സിനിമ പുറത്തിറങ്ങാത്തതിൽ മനംനൊന്തായിരിക്കും അദ്ദേഹം പുറത്തു വരാത്തത്. അത് എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. കാരണം ഒരു ഫിലിം മേക്കറുടെ വേദനയാണ് ആ സിനിമ പുറത്തു വരുന്നിടം വരെ അയാൾ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം വളരെ വലുതാണ്. ഇത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു സിനിമ എടുത്തിട്ട് അത് പ്രദർശന അനുമതിക്കായിട്ട് സെൻസർ ബോർഡിന് മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സെൻസർ ബോർഡിന്റെ ഒരു പ്രതികരണം വരുമ്പോൾ വല്ലാതെ നമ്മൾ ശ്വാസം മുട്ടിപ്പോകും. ഞാൻ അനുഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു പ്രമേയമാണ് ഞാൻ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിച്ചത്. അതിനകത്ത് എന്റെ പ്രശ്നം ജാനകി മാത്രമായിരുന്നില്ല. ആ സിനിമയുടെ ഏബ്രഹാം എന്നൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. അപ്പൊ ജാനകിയും ഏബ്രഹാമിനെ അവർ ചേർത്ത് വായിച്ചെടുത്ത് എവിടെയോ അവർക്ക് പൊരുത്തക്കേട് തോന്നിയോണ്ടാണ് അവർ ആ പേരുകൾ മാറ്റണമെന്ന് പറഞ്ഞത്. അപ്പൊ അവര് അൺഒഫീഷ്യലി എന്നോട് പറഞ്ഞത് ഏബ്രഹാമിന്റെ പേര് എന്തുകൊണ്ട് നിനക്ക് മോഹനനെന്നും കൃഷ്ണനെന്നും ഇട്ടുകൂടാ, അല്ലെങ്കിൽ നിനക്ക് ഏബ്രഹാമിനെ മാറ്റാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ജാനകി എന്തുകൊണ്ട് മറ്റ് പേരുകൾ ഇട്ടുകൂടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ക്രിയേറ്ററുടെ നെഞ്ചത്താണ് അവർ കുത്തി ഇറക്കുന്നത്. അങ്ങനെയാണ് ഞാൻ അനുഭവിച്ചത്. അങ്ങനെ ഒരുപാട് ഫൈറ്റ് ചെയ്തിരുന്നു അതെനിക്ക് ജാനകിയെ തിരിച്ചു കിട്ടാൻ. പക്ഷേ പല സംഘടനകളിലും അംഗമല്ലാത്തത് കൊണ്ടായിരിക്കും എനിക്ക് ഇന്ന് JSK കിട്ടുന്ന ഒരു പിൻബലം, അല്ലെങ്കിൽ അതിനകത്ത് അറിയപ്പെടുന്ന താരങ്ങളില്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് ആ പിൻബലം കിട്ടിയില്ല. പലയിടത്തും വളരെ മോശമായ ഒരു പ്രതികരണമാണ് എനിക്കുണ്ടായത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു കോടതിയെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എനിക്ക് ജാനകിയെ മാറ്റണമെന്ന് അവർ അൺഒഫീഷ്യലി പറയുമ്പോഴും വാട്സപ്പ് കോളിലൊക്കെ പറയുമ്പോൾ എനിക്ക് മാറ്റണമെങ്കിൽ ഒഫീഷ്യലി നമുക്ക് ഷോ കോസ് നോട്ടീസ് വരണം. ഇപ്പൊ ഈ വെർബലിയാണ് ഇവർ പറയുന്നത്. ഈ വെർബലി ആര് പറഞ്ഞാലും കോടതി അത് അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് നമുക്കെല്ലാം അറിയാം. അപ്പൊ ഈ ഷോ കോസ് നോട്ടീസ് വരണം. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഒരു സിനിമ നമ്മൾ സെൻസറിങ് കഴിഞ്ഞിട്ട് ഒരു കമ്മിറ്റി എല്ലാവരും കൂടി ഇരുന്നിട്ട് ആ 4-5 അംഗ കമ്മിറ്റി തീരുമാനിക്കുകയാണ് ആ സിനിമയിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ വേണ്ട, ഇതൊക്കെ ചെയ്താൽ അത് പ്രദർശന അനുമതി കൊടുക്കാമെന്ന്. അപ്പൊ അവിടെ വെച്ച് അത് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ ഒരു കട്ടില്ലെങ്കിൽ അവർ ക്ലിയർ ആയിട്ട് ആ സിനിമയ്ക്കുള്ള സെൻസർ സർട്ടിഫിക്കറ്റ് റീജിയണൽ ഓഫീസർ റിപ്പോർട്ട് പോയിട്ട് വരികയാണ് ചെയ്യുന്നത്. കട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ പറയും. അത് പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഒപ്പിട്ട് കൊടുത്താൽ ഒരു ഷോ കോസ് നോട്ടീസ് അവർക്ക് കിട്ടും. ഈ ഷോ കോസ് നോട്ടീസ് ആണ് ഒഫീഷ്യൽ പ്രൂഫ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ.
ആ ഷോക്കോസ് നോട്ടീസിന്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് സമ്മതമല്ലെങ്കിൽ ഇത് റിവൈസ് കമ്മിറ്റിക്ക് അപ്പീലിന് പോകാമെന്ന് പറയുന്നുണ്ട്. ആ സ്റ്റേജ് മാത്രമേ നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റൂ. ഇപ്പൊ എന്റെ കേസിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. എനിക്കൊന്ന് JSKയിൽ സംഭവിച്ചു കാണില്ല. അപ്പൊ കോടതിയിൽ അവരെ എത്ര പോയാലും അവർ ഏത് ഗ്രൗണ്ട്സിലാണ് ഇത് വാദിക്കുന്നത് അറിയത്തില്ല. ഇപ്പൊ 27-ാം തീയതി തിയേറ്റർ റിലീസ് വെച്ചിട്ട് അത് നടന്നില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാതെ നമുക്ക് റിലീസ് ഡേറ്റ് വെക്കാൻ പറ്റില്ല. അതിന് നമുക്ക് സെൻസർ ബോർഡിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർക്ക് ആകെ പറയാൻ പറ്റുന്നത് എന്തുകൊണ്ട് ഇത്രയും ദിവസം, ഇപ്പൊ 7-8 ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് അവിടെ നിന്ന് ഒഫീഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻ ഷോക്കോസ് നോട്ടീസ് വന്നില്ല എന്നുള്ളത് നമുക്ക് കോടതിയോട് ബോധിപ്പിച്ചിട്ട് അതെ, സമയബന്ധിതമായി സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കണം എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്താണ് എന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അവർ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അവിടെയാണ് ഈ സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൗൺസിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നാളെ ഇത് റിവ്യൂ കമ്മിറ്റി കാണും എന്ന് കോടതി അറിയിക്കുന്നു. അങ്ങനെ ആ ഘട്ടത്തിൽ അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞുള്ള തീരുമാനം അറിയിക്കൂ എന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ അണിയറ പ്രവർത്തകരുമായി ബന്ധപ്പെടുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ നാളെ CBFC റിവൈസ് കമ്മിറ്റി സിനിമ കാണുന്ന സാഹചര്യത്തിൽ ഇതിന്റെ തീരുമാനം അറിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഒരു തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയാണ് അവരെ സംബന്ധിച്ചുള്ളത്. ശ്രീ പത്മകുമാർ, ഇതിപ്പോൾ നമ്മൾക്ക് ഒഫീഷ്യലായി ഇങ്ങനെ ഒരു കാര്യം കിട്ടുകയാണ് എങ്കിൽ അതിനെ നിയമപരമായി എങ്കിലും നേരിടാനുള്ളൊരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കും. പക്ഷേ അൺഒഫീഷ്യലായി ഉള്ള ഭീഷണി എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഭീതിതമായ സാഹചര്യമാണ് നിങ്ങളെപ്പോലെയുള്ള കലാകാരന്മാർക്ക് ഉണ്ടാക്കുന്നത്? അത് വലിയ ദുരന്തമാണ് മാഡം. എനിക്കൊരിക്കലും തോന്നുന്നില്ല ഗവൺമെന്റ് അറിഞ്ഞെന്ന് തോന്നുന്നില്ല. കാരണം ഗവൺമെന്റ് ഒരിക്കലും പറയില്ലല്ലോ ജാനകിയെ മാറ്റണം അല്ലെങ്കിൽ എബ്രഹാമിനെ മാറ്റണം. ഒരിക്കലും ഇന്നത്തെ ഒരു സർക്കാർ പറയാൻ തോന്നുന്നില്ല. കാരണം ഒരു സർക്കാർ നിലനിൽക്കണമെങ്കിൽ പ്രത്യക്ഷമായിട്ട് ഒരിക്കലും ഇങ്ങനെയുള്ള അജണ്ടകൾ വെക്കാൻ പാടില്ല. പരോക്ഷമായിട്ടുണ്ടോ നമുക്കറിയില്ല. പക്ഷെ എന്തായാലും ഈ ഒരു ഗവൺമെന്റ് പ്രത്യക്ഷമായിട്ട് ഇതിങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ബ്യൂറോക്രാറ്റ്സുകളുണ്ട്, ചില സുഖിപ്പിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ. ഞാൻ ഇങ്ങനെ ചെയ്താൽ സർക്കാരിനെ പ്രീതിപ്പെടുത്താൻ ഇത് പര്യാപ്തമാവുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ എന്നോട് സംസാരിച്ച ആൾക്കാരൊന്നും ഒഫീഷ്യലായിട്ടുള്ള ആൾക്കാരല്ല, സർക്കാരിന്റെ ആൾക്കാരുമല്ല. സർക്കാരിന്റെ മീഡിയേറ്റർ എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ചില ഹിന്ദിക്കാർക്ക് എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു, നീ സെൻസർ ബോർഡിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് എനിക്ക് കാണണം, നിനക്ക് ഈ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും നാഷണൽ അവാർഡിൽ നിന്നും ഇഫിയിൽ നിന്നും ഒക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞതാണ്. കാരണം നമുക്ക് വേറെ സോഴ്സ് ഇല്ലല്ലോ അക്സെപ്റ്റ് ചെയ്യാതെ. കാരണം ഇത് എത്ര കാലം ഫൈറ്റ് ചെയ്യും? അഥവാ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രൂഫ് വേണ്ടേ? അവരിൽ നിന്ന് ഷോക്കേസ് നോട്ടീസിന് എനിക്ക് ഷോക്കേസ് നോട്ടീസ് അവസാനം കിട്ടിയതാണ്. അവർ പറഞ്ഞിരിക്കുന്ന അന്ന് ഡിസ്കസ് ചെയ്ത പ്രകാരം നിങ്ങൾ ആ പേര് റീപ്ലേസ് ചെയ്തു എന്നാണ്. അങ്ങനെ റീപ്ലേസ് ചെയ്തതാണ് നമുക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അതിന്റെ പുറകിൽ ഇങ്ങനെ ഒരു എൻഡോഴ്സ്മെന്റ് പോലും വെക്കുന്നത്. ഇപ്പൊ നമുക്ക് കിട്ടിയത് അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അവർ പറഞ്ഞിരിക്കുന്നത് നെയിം ഓഫ് ദ പ്രൊട്ടാഗണിസ്റ്റ് മേ ബി ചേഞ്ച്ഡ് ആസ് എഗ്രീഡ്. അവരെന്താണ് പേര് പറഞ്ഞതെന്നും പറയുന്നില്ല. ജമീലെന്നോ ജാസ്മിനെന്നോ അല്ലെങ്കിൽ മാധവിന്നോ എന്തു പറഞ്ഞാലും അവർ അക്സെപ്റ്റ് ചെയ്ത് തീരും. കാരണം അവർ പറഞ്ഞിരിക്കുന്നത് അന്ന് ഡിസ്കസ് ചെയ്ത പ്രകാരം. അന്ന് ഡിസ്കഷൻ നടന്നിട്ടില്ല, അന്ന് ഒരു പേരും പറഞ്ഞിട്ടില്ല ആ ഒരു ഡിസ്കഷനിൽ. ഇത് ആരൊക്കെയോ അവരുടെ മനസ്സിൽ തോന്നിയത് മറ്റാർക്കും ബന്ധമുണ്ടാകില്ല എന്ന് താങ്കൾ പറയുമ്പോൾ പുറമേക്ക് നടക്കുന്ന ഭീഷണി അനുസരിച്ച് ഒരു നോട്ടീസ് താങ്കൾക്ക് ലഭിക്കണമെങ്കിൽ അത് ഔദ്യോഗിക സംവിധാനവും കൂടി അറിഞ്ഞുകൊണ്ടാണ് എന്നല്ലേ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? മാഡം, അതൊരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. അവിടെ ഇരിക്കുന്ന ചെയർമാനും അവിടുത്തെ സിഇഒയും ഒക്കെ ഡിസിഷൻ എടുക്കാം. ആ ഡിസിഷൻസ് ഒരിക്കലും സർക്കാരിന്റെ ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഡ്രൈവറുടെയോ കണ്ടക്ടറുടെയോ ഒപ്പീനിയൻ അതിന്റെ ഓണറേ ആയിരിക്കണമെന്നില്ലല്ലോ. അപ്പൊ അത് ഒരിക്കലും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന അവരുടെ തീരുമാനമായിരിക്കാം. അവർ സർക്കാരിന്റെ തീരുമാനമാണെങ്കിൽ ഒഫീഷ്യലി അവർ കൊടുത്തിരിക്കണം. JSKക്ക് അവർ ഒഫീഷ്യലി ഷോക്കോസ് നോട്ടീസ് കൊടുക്കണം, ജാനകിയുടെ പേര് മാറ്റണമെന്ന് അവർ കൊടുക്കണം. അത് സർക്കാരിന്റെ അജണ്ടയാണ്. എന്തുകൊണ്ട് അവർ കൊടുത്തുകൂടാ? അവർ ഇതുവരെ കൊടുത്തിട്ടില്ലത്. അവർക്ക് ഒരിക്കലും നമുക്ക് പറയാനും പറ്റില്ല അവർ പറഞ്ഞു എന്ന്. കാരണം അവർ പറഞ്ഞതായിട്ട് യാതൊരു രേഖയുമില്ല. എന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് വിളിച്ച് വന്നപ്പോഴാണ് എനിക്ക് അവരുടെ കോളുകൾ, വാട്സപ്പ് കോളുകൾ റെക്കോർഡ് ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തൊരു പ്രൂഫായിട്ട് വെച്ചത്. നാളെ അവർ എന്നോട് പറയാൻ പാടില്ല. ഒരുപക്ഷെ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, സ്വാഭാവികമായിട്ട് അത് കോടതിയിൽ അവർക്ക് ഹാജരാക്കാം. അതിനുള്ള സാധ്യത തെളിഞ്ഞു കാണത്തില്ല ആ സമയത്ത്. ആരും പ്രതീക്ഷിക്കില്ലല്ലോ ഇത്. ഇപ്പൊ എന്റെ സിനിമയ്ക്ക് ജാനകിന്നോ കൃഷ്ണനെന്നോ മോഹനെന്നോ അല്ലെങ്കിൽ ശിവനെന്നോ പേരിട്ടെന്ന് കരുതി അത് എന്റെ അല്ലെങ്കിൽ എന്റെ ക്രിയേറ്റിവിറ്റിയെ ഹനിക്കുന്ന രീതിയിലാണെന്ന് ആരും ചിന്തിക്കത്തില്ലല്ലോ ആ സമയം. എബ്രഹാം ഒഴിവാക്കുമോ? എന്താണ് താങ്കളുടെ തീരുമാനം? ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ടോ? മാഡം, ഞാൻ തോറ്റുപോയ ഒരാളാണ്. എനിക്ക് സപ്പോർട്ടില്ലാതെ തോറ്റുപോയ ഒരാളാണ്. ഞാൻ അവസാനം അവരോട് സമ്മതിച്ചിരുന്നു, ഞാൻ എബ്രഹാമിന്റെ പേര് മാറ്റില്ല, കൃഷ്ണനെന്നോ മോഹനെന്നോ വെക്കാൻ പറ്റില്ല. കാരണം അയാൾ ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തോട് ജീവിക്കുന്ന ഒരാളാണ്. എന്നോട് അവർ ചോദിച്ചു, ഇതിനകത്ത് ജാനകിയുടെ കൂടെ ഒരു ഹിന്ദു കർമ്മം ചെയ്യുമ്പോൾ എബ്രഹാം നിൽക്കുന്നു, എന്തിനാണ് എബ്രഹാമിനെ ആ ഹിന്ദു കർമ്മം ചെയ്ത് നിർത്തുന്നത് ഒരു ചോദിച്ചു പോലും എന്നോട്. അപ്പൊ എനിക്ക് എന്തായാലും എബ്രഹാമിന്റെ പേര് മാറ്റാൻ പറ്റില്ലെന്ന് ഞാൻ ഷട്ടിച്ചു. മാറ്റാൻ പറ്റില്ല, ജാനകിയുടെ പേര് മാറ്റാം. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അവര് പറഞ്ഞ പല പേരുകളും നമുക്ക് വിചിത്രമായിട്ട് തോന്നി. അത് ഹിന്ദുവായിട്ട് ബന്ധമില്ലാത്ത പല മതസ്ഥരുടെയും പേരുകൾ മാറ്റാൻ പറയുമ്പോൾ അത് നമുക്ക് നടക്കില്ല. അവസാനം ഞാൻ സജസ്റ്റ് ചെയ്തു ജയന്തി എന്ന് വെക്കാം. കാരണം സിനിമ സിംഗ് സൗണ്ട് ആണ്. അപ്പൊ ലിപ്പ് ജയന്തിയുടെ ആ ഒരു മീറ്ററും ജാനകിയുടെ ഒരുമിച്ച് വരുന്നതുകൊണ്ട് ജയന്തി വെക്കാന്ന് പറഞ്ഞു.
അപ്പൊ അവരെന്നോട് പറയും ജയന്തി ഏതോ ഹിന്ദു ദേവതയുടെ പേരാണ്, അത് പാടില്ല എന്ന് പറയും. അപ്പൊ ഞാൻ പറയും സിനിമ ഞാൻ ഇറക്കുന്നില്ല, അവിടെ തടഞ്ഞു വെക്കുക, എന്നെങ്കിലും നിങ്ങൾ ഇത് തരാതിരിക്കാൻ പറ്റില്ല, അന്ന് വരുമ്പോൾ ഞാൻ കോടതിയെ സമീപിക്കും. അങ്ങനെയാണ് അവർ അവസാനം സമ്മതിച്ച് ജയന്തിയിലേക്ക് വന്നത്. അതൊന്നും ഇതിനകത്ത് വെച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. ആ പേരുകളൊന്നും വെച്ചിട്ടില്ല. പക്ഷേ സിനോപ്സിസ് നമ്മൾ ഇതൊക്കെ കൃത്യമായിട്ട് പ്രിട്ടാഗണിസ്റ്റിന്റെ പേര് ജാനകി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് എല്ലാ പ്രൂഫുകളും എൻ്റെ കയ്യിലുണ്ടത്. ശരി, താങ്കൾ ചർച്ചയിൽ ഉടനീളം ഉണ്ടാകില്ല എന്ന് അറിയിച്ചിരുന്നു. ഞാനത് മാനിക്കുന്നു. താങ്കൾക്ക് ചർച്ചയിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ ഒഴിവാകാം. വളരെ നന്ദി ഞങ്ങളോട് ഈ അവസരത്തിൽ സഹകരിച്ചതിന്. ശ്രീ പ്രകാശ് ബാരെ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പ്രകാശ് ബാരെ, 80 കോടിയുടെ നഷ്ടം, 80 ലക്ഷത്തിന്റെ നഷ്ടം എന്നതാണ് ഈ അണിയറ പ്രവർത്തകർ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ളവർ പറയുന്നത്. ആദ്യം കേട്ട ബൈറ്റ് താങ്കൾ ശ്രദ്ധിച്ചിരിക്കും. മൊത്തം പണി കഴിഞ്ഞ് പൂർത്തിയായിരിക്കുന്നു, അപ്പോഴാണ് ഇത് ഇളക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള നിസ്സഹായ അവസ്ഥ അവർ പറയുകയാണ്. ഇപ്പോൾ മറ്റൊരു സംവിധായകൻ എന്താണ് അദ്ദേഹത്തിന് നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നു. ഇതൊന്നും ഒഫീഷ്യൽ അല്ല, അൺഒഫീഷ്യൽ ഭീഷണികളുടെ ഇടയിൽപ്പെട്ട് കലാകാരന്മാർ നേരിടുന്ന ബുദ്ധിമുട്ടാണ് അവർ പറയുന്നത്. ഇന്ത്യൻ സിനിമയിലെ ഒരു വലിയ കളങ്കമാണ് ഈ സെൻസറിങ് എന്ന് പറയുന്നത്. ലോകത്തിലെ മറ്റ് ഡെമോക്രസികളിൽ ഏകദേശം 10-70-80 വർഷങ്ങൾക്ക് മുമ്പ് എടുത്തു കളഞ്ഞ ഒരു സാധനമാണ് ബ്രിട്ടീഷുകാരിവിടെ ഇമ്പോസ് ചെയ്ത ഒരു സാധനം. സൗകര്യത്തിന് അവിടെ ഉണ്ടല്ലോ, അതങ്ങ് വിട്ട് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ വച്ചുകൊണ്ടിരിക്കുന്നത്. പലരും സുപ്രീം കോടതി പോയിട്ടുണ്ട് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും അവസാനമായിട്ട് ഞാൻ കേട്ടത് അമോൽ പലേക്കർ പോകുമെന്നായിരുന്നു. അതിൻ്റെ പരിണിത ഫലം, അനന്തരഫലം എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ നേരത്തെ 60കളിലോ 70കളിലോ പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള മീഡിയ പോലെയല്ല സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 തവണ കെടുവും കത്തുകയും ഇരുട്ടും ചിത്രം ഇങ്ങനെ നമ്മളുടെ മനസ്സിലേക്ക് ഫ്ലാഷ് ചെയ്യുകയും ഒരുപാട് ആൾക്കാർ ഒന്നിച്ചിരുന്ന് കാണുകയും ചെയ്യുന്നതുകൊണ്ട് അതിന് ഭയങ്കര ഇമ്പാക്റ്റാണ്. അതുകൊണ്ട് അത് ഗവൺമെൻറ് സെൻസർ ചെയ്യുന്നത് ഇരിക്കട്ടെ, അങ്ങനെ തുടരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇട്ടിരിക്കുകയാണ്. പക്ഷേ അതിനുശേഷവും ലോകത്തിലെ മറ്റു പല സ്ഥലങ്ങളിലും ഇത് എടുത്തു കളഞ്ഞു. ഇൻഡസ്ട്രി തന്നെ അതിനെ ഗ്രേഡ് ചെയ്യുക മാത്രമൊക്കെ ആയിക്കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ ഇത് ഇന്നും ഈ വൃത്തികേട് തുടരുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻസർ ബോർഡ് ആരാണ്? ഏതെങ്കിലും ഒരാളുടെ ഭാര്യ അല്ലെങ്കിൽ മറ്റൊരാളുടെ മച്ചുനൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിന് യാതൊരു ക്രൈറ്റീരിയ ഇല്ലാതെ തോന്നിയ പോലെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരാണ്. അവർക്ക് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ്. എങ്ങോട്ടാണ് ഈ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്? അവർ താലിബാൻ ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്സലറേറ്റഡ് പാച്ചിലാണ്. സർക്കാർ പറയണ്ട, ഇതിൻ്റെ അകത്ത് ആരും ഇൻവോൾവ് ചെയ്യണ്ട, അവർ പറയുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങൾ ചെയ്തു തരാം എന്നുള്ള രീതിയിൽ അവർ നിൽക്കുകയാണ്. ഞാൻ ഒരു സിനിമ നിർമ്മിച്ചിട്ടുണ്ട് 10-12 വർഷം മുമ്പ്. ഞാനും തമ്പി ആന്റണിയും കൂടി നിർമ്മിച്ച MG ശശി സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ പേര് ജാനകി ദ ഡോട്ടർ ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് സീതയെ തന്നെ ഉദ്ദേശിച്ചിട്ട പേരായിരുന്നു. അതിനന്ന് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ചെയ്ത ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത പപ്പീലിയോ ബുദ്ധ എന്ന് പറഞ്ഞ കേരളത്തിലെ ദളിതരുടെ ഭൂമി പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഗാന്ധിയും അംബേദ്കറും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കാണിക്കുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ സെൻസറിങ്ങിന് വേണ്ടിയിട്ട്, അപ്പോൾ ഈ സെൻസറിങ്ങിൻ്റെ നൂലാമാലകൾ ശരിക്കും അറിയുന്നതാണ്. 1.5 വർഷത്തോളം അതിൻ്റെ പിറകെ ഞാൻ നടന്നിട്ടുണ്ട്, അപ്പീലും അതിനുശേഷം. കാരണം അവസാനം അതിൻ്റെ ഇതൊക്കെ ഒരു നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു തമാശയാണ്. മൊത്തം ഒരു ഹിലേറിയസ് കോമഡിയാണ് ഈ ഡെമോക്രസിയുടെ അകത്ത് നമ്മുടെ ഫ്രീഡത്തിൻ്റെ മേലെ ഇവർ ഈ കത്തി വെച്ചുകൊണ്ട് ചെയ്യുന്നത്. അതിനകത്ത് അവസാനം വന്നിരിക്കുന്ന തീരുമാനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഗാന്ധി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ ബീപ്പ് ചെയ്യും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സെൻസറിങ് തരാം. അങ്ങനെ ബീപ്പ് ദണ്ഡി യാത്രയ്ക്ക് പോയപ്പോൾ, ബീപ്പ് ഉപ്പ് സത്യാഗ്രഹത്തിന് പോയപ്പോൾ എന്ന രീതിയിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ കാണുന്ന ഓരോരുത്തരും അറിയാം ആ ബീപ്പിൻ്റെ പിറകിൽ ഇത് ഗാന്ധിയാണെന്നുള്ളത്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് സെൻസറിങ് തരികയാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ ആരെയൊക്കെയോ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ തമാശ ഉള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പം ലോകത്തിൽ ഒന്ന് നോക്കൂ, ലോകത്തിൽ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പത്രങ്ങളുണ്ട്, പുസ്തകങ്ങളുണ്ട്, അതൊക്കെ പോട്ടെ. ഇന്ന് രാത്രിയും പകലും എന്നില്ലാതെ ട്വിറ്റർ ആകാം, യൂട്യൂബ് ആകാം, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഈ സംഭവങ്ങളൊക്കെ മനുഷ്യനെ 24 മണിക്കൂർ നേരവും ആ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ തമ്മിൽ തല്ലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അത് ലോകത്തിലെവിടെയും സെൻസർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് മാത്രമായിട്ട് സെൻസർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊന്നും തൊടാതെ പണ്ടെങ്ങാണ്ട് ഒരു ബ്രിട്ടീഷുകാരൻ ഒരു സെൻസർഷിപ്പ് ഇവിടെ
ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ തൂങ്ങി നിൽക്കുന്നത് വളരെ നെറുകെട്ട ഒരു നാറിയ ഏർപ്പാടാണെന്നേ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായും ഈ സിനിമാക്കാരുടെ വിഷം തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാവും. കാരണം ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ള, ഇത്രയധികം ടൈം സ്പെൻഡ് ചെയ്തിട്ട് പടം പിന്നെ ഒരുക്കി അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ എഡിറ്റിംഗും ഒക്കെ ഒരുക്കിയിട്ട് അവിടെ ചെല്ലുമ്പം കണ്ട അണ്ടൻ അടകോടൻ നമ്മളോട് പറയാണ് അത് വെട്ടിക്കള, ഇവിടെ ബീപ്പ് ചെയ്തോള, ഈ പേര് മാറ്റിക്കള. എന്ത് ആർട്ടിനെ സമീപിക്കുന്ന ഒരു സമൂഹം, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സമൂഹം ടൈറ്റിൽ നിന്ന് മാത്രമല്ല, ഒരു കഥാപാത്രത്തിന്റെ, ആ കേന്ദ്ര കഥാപാത്രത്തിന്റെ പേരാണ് മാറ്റാൻ ആവശ്യപ്പെടുന്നത്. അതെ. അപ്പം ചിരിക്കാതെ പിന്നെ നമുക്ക് ചിരി അമർത്താതെ ഇവരോട് നമ്മുടെ സംസാരിച്ച് നിൽക്കാൻ പറ്റില്ല. കാരണം ഇവരുടെയൊക്കെ യോഗ്യതയും അതിനുശേഷം ഈ നിയമത്തിന്റെ ഒരു പിന്നെ ഇറിലവൻസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾ ഇവരൊക്കെ പറയുന്നത് എന്തിനാണ്? ജനങ്ങളുടെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, അവരുടെ മൊറാലിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് വെക്കുന്നത്. ഇതിന്റെ പിറകിൽ ഒറ്റൊരു കാര്യമേ ഉള്ളൂ, രാഷ്ട്രീയം കളിക്കാൻ, ചില രാഷ്ട്രീയങ്ങളെ അമർച്ച ചെയ്യാൻ, ചില രാഷ്ട്രീയങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മനുഷ്യർ മനസ്സിലാക്കണം. അല്ലാതെ അവരുടെ പിന്നെ മൊറാലിറ്റിയെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ എന്ത് കാണണം, എന്ത് കാണാൻ പാടില്ല എന്നൊക്കെ സർക്കാർ തീരുമാനിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഈ ഏർപ്പാട് വെച്ചിരിക്കുന്നത്. ഇത് ക്ലിയർ പൊളിറ്റിക്സ് ആണ്. ഇതിനെ പല്ലും നഖവും ഉപയോഗിച്ച് നമ്മൾ ചെറുക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് കലാകാരന്മാർ നമ്മുടെ അവകാശത്തിന് മേലെ ഈ ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനേ പാടില്ല. തീർച്ചയായും. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ തന്നെ സൂചിപ്പിച്ചു ഇതൊക്കെ ആവശ്യമുള്ളതാണോ എന്നൊരു സംശയം താങ്കളുടെ ഭാഗത്തു നിന്നും വന്നു. ഈ ഹിന്ദു ദൈവങ്ങളുടെ പേര് സിനിമയിൽ ഉപയോഗിക്കരുത് എന്ന് വന്നാൽ ഏത് പേര് പിന്നെ അങ്ങനെ ഒരു കഥാപാത്രത്തിന് ഉപയോഗിക്കാം എന്ന ഒരു സംശയം ബാക്കിയില്ലേ? നോക്കൂ, എത്ര ദൈവങ്ങളാണ്, അതിനൊക്കെ എത്ര പര്യായങ്ങളാണ്, 1 ഡസൻ പര്യായങ്ങളെങ്കിലും ഉണ്ടാകും. അപ്പോൾ ആ പേരുകൾ ഒന്നും ഉപയോഗിക്കാതെ സിനിമ എടുക്കൂ എന്ന ഒരു ലോജിക്ക് അത് ഒരു തരത്തിലും നടപ്പിലാകുന്ന ഒരു കാര്യം പോലുമല്ല. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സമ്മർദ്ദത്തിലേക്ക് കലാകാരന്മാരെ തള്ളിവിടാൻ കഴിയുന്നത്? ആരാണ്, ഏത് ശക്തിയാണ് അതിന് പിന്നിൽ? താങ്കൾ പറയുന്നു താങ്കൾക്ക് പോലും ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കാത്ത, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്ടിവിസ്റ്റായ താങ്കൾക്ക് പോലും വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യത്തിൽ ആരാണ് ഇതിന്റെ പിന്നണിയിൽ ഈ രീതിയിലുള്ള സമ്മർദ്ദങ്ങളിൽ ഏർപ്പെടുന്നത്? ആർക്കു വേണ്ടിയാണ് അത്? 2 കാര്യങ്ങൾ. ഒന്ന്, പ്രകാശ് ബാര സാർ പറഞ്ഞ ബ്രോഡർ സ്പിരിറ്റിനോട് യോജിക്കുന്നുണ്ട്. അതായത് നമ്മൾ തന്നെ ഇന്ത്യയിൽ പറയാറുണ്ട് പലപ്പോഴും സെൻസർ ബോർഡ് അല്ല ഉള്ളത്, ഒരു സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ മാത്രമാണ്. ശരിക്കും സെൻസർ ചെയ്യുകയല്ല അത് ചെയ്യുന്നത്, സിനിമയെ സർട്ടിഫൈ ചെയ്യുന്ന തത്വത്തിൽ നമ്മളങ്ങനെ പറയുമെങ്കിലും പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ കൾച്ചറൽ സെൻസിറ്റിവിറ്റീസ്, അതാണ് പ്രധാനമായിട്ട് ഇവർ ചെയ്യുന്നത്. ചില കൾച്ചറൽ സെൻസിറ്റിവിറ്റീസ് പ്രൊട്ടക്ട് ചെയ്യണം. നമ്മുടെ ഇപ്പം ദേശീയ പതാക, അമേരിക്കയിൽ ദേശീയ പതാകയെ കത്തിക്കാനുള്ള റൈറ്റ് ഉണ്ട്, പക്ഷേ ഇന്ത്യയിൽ ദേശീയ പതാക നമുക്ക് കത്തിക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ. ഇപ്പം എമ്പുരാനിൽ നമ്മുടെ സെൻസർ ബോർഡ് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ബോർഡ് പറഞ്ഞ ഏക കാര്യം എന്ന് പറയുന്നത് ആ ഇന്ത്യയുടെ കൊടിയിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറയുന്ന ആ ക്ലാസിഫിക്കേഷൻ പാടില്ല, അതിൽ മുന്നയോട് ബാബു ബജ്രംഗി പച്ചയെ ഇഷ്ടമല്ലെന്ന് പറയുന്നുണ്ട്. ആ ഒരൊറ്റ ഡയലോഗാണ് പ്രധാനമായി മാറ്റാൻ പറയുന്നത്. അപ്പോൾ ഈ സെൻസിറ്റിവിറ്റിയെ സപ്പോർട്ട് ചെയ്യുക എന്ന നല്ല ഉദ്ദേശത്തോടു കൂടി വന്നിരുന്ന കാര്യം ചിലപ്പോഴെങ്കിലും ഓവർ എക്സ്റ്റെൻഡഡ് ആയി, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രാഷ്ട്രീയത്തിൽ ഇടതും വലതും മധ്യവും ഒക്കെ നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാനോ പ്രീണിപ്പിക്കാനോ ആയി മാറി എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്, ഇല്ലെന്ന് ആർക്കും പറയാൻ കഴിയില്ല. എന്നാൽ അതോടൊപ്പം ദി ഐഡിയ എന്ന് പറഞ്ഞാൽ എല്ലാ സമൂഹത്തിലും കൾച്ചറൽ സെൻസിറ്റിവിറ്റി ഉണ്ട്. ഉദാഹരണം, കുട്ടികളെ മോശമാക്കി കാണിക്കുന്ന കാര്യങ്ങൾ പറ്റില്ല, മൃഗങ്ങളെ മോശമാക്കി കാണിക്കുന്ന, അല്ലെങ്കിൽ മൃഗങ്ങളോടുള്ള വയലൻസ് കാണിക്കാൻ പറ്റില്ല, സ്ത്രീകളോടുള്ള വയലൻസിന് മുമ്പ് ഡിസ്ക്ലെയിമർ കൊടുക്കണം. അതൊരു സമൂഹത്തിന്റെ മൊറാലിറ്റി എന്ന വാക്കേ ഉപയോഗിക്കില്ല, കൾച്ചറൽ സെൻസിറ്റിവിറ്റി. ആ കൾച്ചറൽ സെൻസിറ്റിവിറ്റി സംരക്ഷിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇതിനെ കാണുന്നത്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം. ഇപ്പം ചില സിനിമകൾ ഔട്ട്റൈറ്റ്ലി ചില കമ്മ്യൂണിറ്റീസിനെ, സമുദായങ്ങളെ ഡീമണൈസ് ചെയ്യുക, കരിവാരി തേക്കുക പോലുള്ള കാര്യങ്ങൾ വരും. അപ്പം അത്തരം കാര്യങ്ങൾ പാടില്ല. ഇപ്പം കേരള സ്റ്റോറി വരികയുണ്ടായി. ഇപ്പം 3 കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം 32,000 ചിത്രീകരിച്ച് നമ്മുടെ കേരളത്തെ ശരിയല്ലാത്ത രീതിയിൽ കാണിക്കുന്നു. അവസാനം സുപ്രീം കോടതി ചെന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു കൃത്യമായിട്ടൊരു ഡിസ്ക്ലെയിമർ കൊടുക്കണം, ഇത് ഫിക്ഷണലൈസ്ഡ് ആണ്, 32,000 കണക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ക്രിയേറ്റീവ് ഫ്രീഡം എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ല. നമ്മൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിൽ നിൽക്കരുത്. അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ആയ ഒരു വാല്യൂ അല്ല. ലിബർട്ടിയോടൊപ്പം റെസ്പോൺസിബിലിറ്റി വേണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടായിരുന്നു. ലിബർട്ടിയോടൊപ്പം റെസ്പോൺസിബിലിറ്റി വേണം, അതോടൊപ്പം ഫ്രീഡത്തോടൊപ്പം സെൻസിറ്റിവിറ്റി വേണം. ഈ സെൻസിറ്റിവിറ്റിയും റെസ്പോൺസിബിലിറ്റിയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇത് ഉണ്ടായിരുന്നത്. ഇത് ആരാണ് ഇത് ഓവർ സ്ട്രെച്ച് ചെയ്യുന്നതെന്ന് അറിയില്ല. എനിക്കിത് ആദ്യം കേട്ടിട്ട് അത്ഭുതമാണ് തോന്നിയത്. ജാനകി എന്നൊരു പേര് അങ്ങനെ വരുന്നതിന് എന്താ പ്രശ്നം? ഇപ്പോൾ ഉദാഹരണം, കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയിൽ നമ്മുടെ നിവിൻ പോളിയും മോഹൻലാലും ഇത്തിക്കര
പക്കി ആകുന്ന സിനിമയിൽ അതിൽ കായംകുളം കൊച്ചുണ്ണിയുടെ ഗേൾഫ്രണ്ട് ആയിട്ട് കാണിച്ചിരിക്കുന്ന ജാനകി എന്നാണ്. അതിൽ ജാനകി എന്ന് പറഞ്ഞൊരു പാട്ട് തന്നെയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും നല്ല ലവ് സ്റ്റോറികളിലൊന്ന് കാഞ്ചനമാലയും മൊയ്തീനുമാണ്, അല്ലെങ്കിൽ നമ്മുടെ തട്ടത്തിന് മറയത്തിലാണ്. ഇതെല്ലാം ഇന്റർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇന്റർ റിലീജിയസ് കാര്യങ്ങളെ കാണിക്കുകയും മറ്റും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കറിയില്ല ആരാണ് ഈ എന്താ പ്ലീസിങ് ദ മാസ്റ്ററോ അല്ലെങ്കിൽ ഈ എന്താ രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്നത് ആരാണെന്ന് അറിയില്ല. ഇനിയും ചിലപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഓൺലൈനിലൊക്കെ പറയുന്നത് ഒരു റേപ്പ്, അതിൻ്റെ സിനിമയുടെ കഥയുടെ ഡീറ്റെയിൽസ് അറിയില്ല, ഒരു ട്രോമാറ്റിക് ഇൻസിഡന്റിലൂടെ കടന്നു പോകുന്നു, ഒരു ദുര്യോഗം ഇവർക്ക് ഉണ്ടാകുന്നു. ഒരു അതിക്രമത്തിനിരയാകുന്ന പെൺകുട്ടി ധീരമായി പോരാടുന്ന ഒരു ചിത്രമാണ്. ആ പെൺകുട്ടിയുടെ പേരാണ് ജാനകി. അത് ഏതെങ്കിലും തരത്തിൽ ഈ പുരാണ പശ്ചാത്തലങ്ങളുമായിട്ടൊന്നും ഒരു തരത്തിലും ബന്ധപ്പെടാത്ത ഒരിതാണ്. അങ്ങനെയാണെങ്കിൽ എത്ര പെൺകുട്ടികൾ ജാനകി എന്ന് പേരുള്ള പെൺകുട്ടികൾ ഉണ്ടാകും. ദൈവങ്ങളുടെ പേരുള്ള എത്ര മനുഷ്യർ അവരെന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ തരത്തിൽ ക്രിമിനൽ പ്രവർത്തികളിൽ ഏർപ്പെടുന്നു, അവരെന്താണ് ചെയ്യുന്നതെന്നോ പ്രവർത്തിക്കുന്നതെന്നോ അറിയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഈ മനോരോഗവുമായി നടക്കുന്ന മനുഷ്യർ ആരെയൊക്കെ തിരുത്തും, എന്തിനെയൊക്കെ തിരുത്തും എന്നൊരു സംശയം ബാക്കിയുണ്ടല്ലോ. ഞാൻ താങ്കളിലേക്ക് വരാം രാഹുൽ. ഒരു വരി മാത്രം എടുത്തു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ, വിശ്വാസി എന്ന നിലയിൽ ചില പേരുകൾക്ക് നമ്മളൊരു സെൻസിറ്റിവിറ്റി കൊടുക്കുന്നേ തെറ്റില്ല. ഉദാഹരണം സീത, ചില പേര് എന്ന് പറഞ്ഞതാണ് ശ്രീ രാഹുൽ ഈശ്വർ ഈ നിലയിലെത്തി നിൽക്കുന്നത്. ചില പേരെന്ന് പറഞ്ഞു തുടങ്ങിയ ഇടത്ത് നിന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. ആ ചിലതാണ് വളരെ പ്രശ്നം. ആ ചിലത് തിരുത്താത്തതാണ് നമ്മളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് എന്നതാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ്, അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന നിങ്ങൾ കാണിച്ച മാർഗത്തിലൂടെയാണ് ഇതേ മനോരോഗികൾ ഈ നിലയിൽ വരെ കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത്. ഞാൻ വരാം, നമുക്ക് വിശദമായി തന്നെ സംസാരിക്കാം അതിനെക്കുറിച്ച്. രാഹുൽ തുടരുക. ശ്രീ എം എൻ കാരശ്ശേരി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ എം എൻ കാരശ്ശേരി, നിർമാല്യം എന്ന ഒരു ചിത്രം, PJ ആന്റണിക്ക് ഭാരത് അവാർഡ് നേടിയ ചിത്രം ഇന്നത്തെ ഈ സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആർക്കും സംശയമില്ല, അങ്ങനെ ഒരു ചിത്രം ഇനി പറ്റില്ല നമ്മുടെ നാട്ടിൽ എടുക്കാൻ. പക്ഷേ ഇതാ നോക്കൂ, ഒരു ദൈവത്തിന്റെ പേരുള്ള ചിത്രം അതെടുക്കാൻ സമ്മതിക്കുന്നില്ല, അതെടുക്കാൻ പറ്റില്ല. ഒഫീഷ്യലായി അല്ല, അൺഒഫീഷ്യലായി വലിയ സമ്മർദ്ദം നടക്കുകയാണ്. കാശ് മുടക്കിയിരിക്കുന്നവർ സമ്മർദ്ദത്തിന് വഴിപ്പെട്ട് മാറിപ്പോയിക്കോണം, അതാണ് നിർദ്ദേശം, തിട്ടൂരം. ഇവിടെ ഇപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നത് പത്മകുമാർ കൂടി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? അൺഒഫീഷ്യൽ ആയി നടക്കുന്നതിനെ നിയമപരമായി പോലും നേരിടാൻ പറ്റാത്ത പ്രതിസന്ധി അതിന്റെ അണിയറ പ്രവർത്തകർ നേരിടുകയാണ്. അവർ എന്താണ് ഇതിന്റെ പ്രശ്നമെന്നൊന്ന് പറഞ്ഞു തരൂ എന്ന് കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്ന നിലയെത്തിയിരിക്കുന്നു. രേണുക, എനിക്ക് വലിയ നാണക്കേട് തോന്നുന്നുണ്ട്. നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിൽ എന്താണ് ഈ ചർച്ച ചെയ്യുന്നത്? സീതയുടെ പേര്, പ്രസിദ്ധമായ പേര് സീത എന്നാണ്. പിന്നെ പ്രസിദ്ധമായ 9 പര്യായങ്ങളുണ്ട്. അതിലൊന്നാണ് ജാനകി, വേറൊന്നാണ് ജനകാത്മജ, വേറൊന്നാണ് മൈഥിലി, വേറൊന്നാണ് വൈദേഹി, പിന്നെ രമ, സത്യവതി, ധർമ്മപത്നി. അങ്ങനെ പ്രസിദ്ധമായ 10 പര്യായപദങ്ങളുണ്ട് സീതയ്ക്ക്. ഈ ജാനകി എന്നുള്ള പേര് അതവരുടെ പേരല്ല, ജനക മഹാരാജാവിന് ഒഴിവുചാലിന് കിട്ടിയ കുട്ടിയാ. ജനകൻ പോറ്റി വളർത്തിയ കുട്ടി എന്ന അർത്ഥത്തിൽ അവരെ പറയുന്ന ഒരു വിശേഷണപദമാണ് ജാനകി എന്ന് പറയുന്നത്. അതൊരു വ്യക്തിയുടെ പേരല്ല. ഇനി പേരാണെങ്കിൽ തന്നെ എന്താ, ഇപ്പോ ലക്ഷ്മണന് അനേകം പേരുണ്ട്. അതിലിപ്പോ സുമിത്രാനന്ദ വർദ്ധൻ എന്നൊരു പേരുണ്ട്, സൗമിത്രി എന്നൊരു പേരുണ്ട്. അങ്ങനെ ലക്ഷ്മണന് ഒരുപാട് പര്യായങ്ങൾ ഉണ്ടാവും. ഇതുപോലെ മഹാഭാരതത്തിൽ ഇപ്പോ കൃഷ്ണനോ അർജുനനോ യുധിഷ്ഠിരനൊക്കെ എത്രയാ പേരുകൾ. അപ്പൊ നമുക്ക് 33 കോടി ദൈവങ്ങളുണ്ട്. അവരുടെയൊക്കെ പേരുകളും പര്യായപദങ്ങളെ നമുക്ക് ഒരു വാക്കും പറയാൻ പറ്റില്ല. ഞാനിപ്പോ ഓർക്കുന്നത് 1986 ഒരു സംഭവമാണ്. ആ വർഷം ഡിസംബറിൽ ഒരു ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു വാരാന്ത പതിപ്പിൽ മലയാളിയായ ഒരു കഥയെഴുത്തുകാരൻ ഒരു കഥ എഴുതി. ആ കഥയുടെ പേര് മുഹമ്മദ് ദ ഇഡിയറ്റ് എന്നായിരുന്നു. ആ കഥ എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു നാട്ടുമ്പുറത്ത് മുഹമ്മദിന് പേരായിട്ട് ഒരു മന്ദബുദ്ധിയുണ്ട്, അയാളുടെ കഥയാണ്. അതും മുഹമ്മദുമായിട്ട് ഒരു ബന്ധമില്ല. ആ ഗ്രാമത്തിലൊരു വേശ്യയുണ്ട്, ആ വേശ്യയുടെ പേര് സീത എന്നാണ്. പക്ഷേ ഇത് മുസ്ലിങ്ങൾ തങ്ങളുടെ പ്രവാചകനെ നിന്ദിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളുണ്ടാക്കി, പല കലാപങ്ങളുണ്ടായി. ബാംഗ്ലൂരിലും മൈസൂരിലും ഒക്കെ കലാപമുണ്ടായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 17 ആള് മരിച്ചു. 17 ആള് മരിച്ചു. അപ്പോ ഈ ഒരു ചെറുകഥയിൽ മുഹമ്മദ് എന്നുള്ള പേര് പറഞ്ഞതിന്റെ പേരിലാണ് അന്ന് ഈ
ഭ്രാന്ത് മുഴുവൻ ഉണ്ടാക്കിയത്. മുഹമ്മദ് പേരിൽ എത്ര ആളുകളുണ്ട്? അത് പ്രവാചകനാണെന്നോ മുസ്ലിങ്ങളുടെ വലിയ ആദരണീയ കഥാപാത്രമാണെന്നോ ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. അതിലൊരു പേര് മുഹമ്മദ്, വേറൊരു പേര് സീത, അത്രേ ഉള്ളൂ. ആ സീത എന്നുള്ള പേര് അന്ന് ആരും ശ്രദ്ധിച്ചില്ല. ഇന്നായിരുന്നെങ്കിലും എന്താ ആലോചിച്ച് നോക്കൂ, ഒരു വേശ്യക്ക് സീത എന്ന് പേരിട്ടു എന്ന് പറഞ്ഞാൽ. അപ്പോൾ മലയാളിയായ ജന്മന ഹിന്ദു സമൂഹത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ആ കഥ എഴുതിയത്. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, തൃശ്ശൂർക്കാരനാണ്, ഇനി പേര് പറഞ്ഞിട്ട് ഇനി കുഴപ്പം വേണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ സെൻസർ ബോർഡ് തന്നെ എന്തിനാണെന്നാണ് ഈ സമയത്ത് ആലോചിക്കേണ്ടത്. കാരണം ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞു കേട്ട മാതിരി എല്ലാവർക്കും അറിയാം, ഇപ്പോൾ യൂട്യൂബിലോ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഒന്നും സെൻസറിങ് ഇല്ല. അവിടെ നമ്മൾ കാണിക്കുന്ന ഹിംസയ്ക്ക് ഒരറ്റുമില്ല. കുട്ടികളുടെ മുമ്പിൽ, ചെറുപ്പക്കാരുടെ മുമ്പിൽ, യുവതീ യുവാക്കളുടെ മുമ്പിൽ, കുടുംബങ്ങളുടെ മുമ്പിൽ ഒരിക്കലും കാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വാർത്തകൾ പോലും, അതിൻ്റെ വിശദാംശങ്ങൾ. ഒരു ആന ഒരിക്കൽ ഒരു പാപ്പാനെ കൊമ്പിൽ കോർക്കുന്ന ഒരു രംഗം ഒരു സീരിയൽ കണ്ടിട്ട് എനിക്ക് തലമിന്നുന്ന മാതിരി തോന്നി. അതായത് കുംഭകോണത്ത് സ്കൂള് തീപിടിച്ച് 20 കുട്ടികൾ പച്ചയ്ക്ക് ദഹിക്കുന്ന ദൃശ്യം TV കാണിച്ചിട്ട് ഒരു ഹെഡ് മാസ്റ്റർ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള ഭീകര രംഗങ്ങളൊക്കെ എല്ലാ സിനിമയിലും എല്ലാ സീരിയലിലും വരുന്നു. ഇപ്പം കുട്ടികളുടെ ഇടയ്ക്ക് ഉള്ള ഏറ്റവും വലിയ അഡിക്ഷൻ ഇപ്പം എന്താണ്? ഒന്ന് മയക്കുമരുന്നാണ്, വേറൊന്ന് ഹിംസയാണ്. അപ്പൊ ഇതിനൊന്നും ബാധകമല്ലാത്ത ഒന്ന് സിനിമയ്ക്ക് വേണ്ടി മാത്രം ബാധകമാവുക എന്ന് പറയുന്നതിന് തന്നെ യാതൊരു അർത്ഥവുമില്ല. സെൻസർ ബോർഡ് എന്ന് പറയുന്നത് വെറുതെ കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പേരിടാൻ പാടില്ല എന്ന് പറയുന്നത് അത് വലിയ കൗതുകം തോന്നുകയാണ് എനിക്ക്. നമ്മുടെ കേന്ദ്രമന്ത്രി BJPയുടെ നേതാവ് നമ്മുടെ സുരേഷ് ഗോപി അഭിനയിക്കുന്ന സിനിമയാണത്. അതിനാണ് ജാനകി എന്ന് പേരിടാൻ പാടില്ല എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, 1977 മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ വന്നല്ലോ, പട്ടാളം ജാനകി എന്നാണ് അതിന്റെ പേര്. അതിൽ അഭിനയിച്ചത് ക്രോസ് ബെൽറ്റ് മണിയാണ് എൻ്റെ സംവിധായകൻ എന്ന എൻ്റെ ഓർമ്മ. അതുപോലെ ഉണ്ണിമേരി, സുധീറൊക്കെ അഭിനയിച്ച സിനിമയാണ് പട്ടാളം ജാനകി. ഇപ്പോഴും നെറ്റിൽ ചെന്ന് തെരഞ്ഞാൽ അതിന്റെ വാൾ പോസ്റ്ററൊക്കെ കിട്ടും. അപ്പോൾ ജാനകി എന്നുള്ള പേരിൽ എൻ്റെ ധാരണ ശരിയാണെങ്കിൽ തെലുങ്കിൽ കഴിഞ്ഞ 40 കൊല്ലത്തിനടുക്ക് 3-4 സിനിമ വന്നിട്ടുണ്ട്, അതിലൊക്കെ ജാനകി ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എവിടെയും വരാവുന്ന ഒരു പേരാണ് ജാനകി. അത് ജനകൻ പോറ്റി കുട്ടി എന്നുള്ള അർത്ഥത്തിലുമാണ്. അത് സീതയാണ്, അത് സീതയെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പേരിടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ സംസ്കൃതത്തിലോ അതിന്ന് ഉത്ഭവിച്ച മറ്റു ഭാഷകളിലോ ഹിന്ദിയിലോ മലയാളത്തിലോ ദ്രാവിഡ ഭാഷകളിലോ ഒക്കെ തന്നെ ഏത് പേരിപ്പോ ഞാൻ പറയാണ്, ഇപ്പൊ നമ്മുടെ സഹപ്രഭാഷകൻ അദ്ദേഹത്തിന്റെ പേര് ഈശ്വരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അതൊരു വ്യക്തിക്ക് ഇടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞ അദ്ദേഹം കുടുങ്ങിയില്ലേ? ഞാൻ അദ്ദേഹത്തെ ഈശ്വര എന്ന് വിളിക്കണ്ടേ? ആലോചിച്ച് നോക്കൂ, ഇതിനൊന്നും ഒരർത്ഥമില്ല ഈ പറഞ്ഞതിനൊന്നും. ഇതൊക്കെ അത്ര വളരെ സില്ലിയായ, മനുഷ്യർക്ക് സംസാരിച്ച് നേരം കളയാൻ മാത്രമല്ല അത് സില്ലിയായ ഏർപ്പാടാണിത്. ഈ തരത്തിലാണ് ഈ കേന്ദ്ര ഗവൺമെന്റിനെ പ്രീണിപ്പിക്കാൻ, അവിടുത്തെ വർഗീയതയെ പ്രീണിപ്പിക്കാൻ, സമുദായങ്ങൾ തമ്മിലുള്ള അകലം കൂട്ടാൻ. ഇപ്പോൾ ജാനകി എന്ന് പറയുമ്പോൾ ദൈവമാണ്, ദൈവത്തെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല എന്ന് വന്നാൽ, ഇപ്പോൾ ഇവിടെ നേരത്തെ യേശുക്രിസ്തുവിനെ പറ്റി പടം എടുക്കാൻ വന്നപ്പോൾ തമിഴ്നാട്ടിൽ MGR ആണ് ആ ഭാഗം അഭിനയിക്കുന്ന പറഞ്ഞപ്പോൾ വലിയ ബഹളമായിട്ട് ആ സിനിമ എടുക്കാൻ പറ്റിയില്ല. ഈ തരത്തിലൊക്കെ പുറപ്പെട്ടാൽ ഒരു രക്ഷയില്ല. ഈ മതമൗലികവാദത്തിന്റെയും മതതീവ്രവാദത്തിന്റെയും അതിവാദങ്ങൾക്ക് ഗവൺമെന്റോ സെൻസർ ബോർഡോ പത്രങ്ങളോ മാധ്യമങ്ങളോ ഒക്കെ വിധേയരാകുന്നത് വളരെ കഷ്ടമാണ്. ഇത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള അങ്ങേയറ്റത്തെ കടന്നുകയറ്റമാണ്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഈ തരത്തിലൊരു സെൻസർ ബോർഡ് ആവശ്യമുണ്ടോ എന്നാണ് ഗവൺമെന്റും സിനിമക്കാരും നാട്ടുകാരും ആലോചിക്കേണ്ടത്. തീർച്ചയായും സിനിമാ പ്രവർത്തകർക്ക് കത്തിവെക്കാൻ വേണ്ടി മാത്രം, അവരുടെ ഭാവി നശിപ്പിക്കാൻ വേണ്ടി മാത്രം എന്തിനൊരു സെൻസർ ബോർഡ്? നമുക്ക് തിരിച്ചെത്താം ഈ ചർച്ചയിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ പ്രകാശ് ബാരെ, നമുക്കറിയാം മലയാള സിനിമ എങ്ങനെയൊക്കെ ഈ ഹിന്ദു ദൈവ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ വലിയ ഉദാഹരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് നിരത്താൻ കഴിയും. അതുമാത്രമല്ല, മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ദൈവങ്ങളുടെ പേരുകളും ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഹിന്ദു കഥാപാത്രങ്ങളുമായി ബന്ധപ്പെടുത്തിയാണെങ്കിൽ വില്ലന്മാർ, മംഗലശ്ശേരി നീലകണ്ഠനായാലും വിശ്വനാഥനായാലും ഒക്കെ
ഈ പേരിൽ എങ്ങനെയൊക്കെ അഭിരമിച്ച നായക കഥാപാത്രങ്ങളാണ് എന്നത് നമ്മൾക്ക് കണ്ടിരിക്കാം. പക്ഷേ അതൊന്നും അന്ന് ആ രീതിയിൽ ആരും പരാമർശിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ കഥാപാത്രങ്ങൾക്ക് അത്തരം പേര് വരുന്നത് പല കോണുകളിൽ നിന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള പേരുകൾ എന്നത്. പക്ഷേ നാം നോക്കി ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ വിവാദം, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നേരത്തെ നമ്മൾ സെക്സി ദുർഗയുടെ കാര്യത്തിൽ ഇത് കണ്ടിട്ടുള്ളതാണ്. എമ്പുരാൻ എന്ന ചിത്രം ഇറങ്ങുമ്പോൾ അതിൽ സെൻസർ ബോർഡ് നേരിട്ടുള്ള ഇടപെടലല്ലായിരുന്നു. പുറമേക്ക് വന്ന വിമർശനങ്ങളുടെ പേരിൽ അവർക്ക് 17 വെട്ട് ആ ചിത്രത്തിൽ വേണ്ടി വന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ വലിയ സമ്മർദ്ദം സിനിമാ പ്രവർത്തകർ നേരിടുകയാണ്. ഇതിപ്പോൾ കഥാപാത്രത്തിന്റെ പേരാണ്, നാളെ പാട്ടിലെ വരികളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും സീനിലെ എല്ലാവരും ഇപ്പോൾ ശ്രദ്ധിക്കാതെ വിടുന്ന സീനുകളിലെ ഏതെങ്കിലും ഫോട്ടോയോ മറ്റ് ഇഷ്ടങ്ങളോ മറ്റ് ചൂണ്ടിക്കാട്ടലുകളോ ഒക്കെ ആകാം. അപ്പോൾ എങ്ങനെയൊക്കെ നമ്മുടെ സിനിമകൾ മാറുന്നു, എങ്ങനെയൊക്കെ ഈ കുത്തിത്തിരിപ്പ് ആളുകൾ കണ്ടെത്തുന്നു, എങ്ങനെയൊക്കെ വർഗീയത പ്രചരിപ്പിക്കാൻ പറ്റുന്നു എന്നതിന്റെ ഗവേഷണമാണോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ശ്രീ പ്രകാശ് ബാരി? അതാണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇത് ഈ റിലീസ് സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാതെ കോടതിയിൽ പോവുകയാണെങ്കിലും ഒരിക്കലും നിലനിൽക്കാത്തതായിട്ടുള്ള കോമാളിത്തരമാണ് ഇവരൊക്കെ ചെയ്ത് കൂട്ടുന്നത്. പക്ഷേ ഇത് കൃത്യമായിട്ട് ശ്രീ പ്രകാശ് ബാരി, ഞാൻ ഒന്ന് ഇടപെടുന്നതിൽ ക്ഷമിക്കുക. നോക്കൂ, ഇപ്പോൾ ഇത് ഔദ്യോഗികമായി അറിയിക്കപ്പെടുന്നതാണെങ്കിൽ നമുക്ക് നിയമ സംവിധാനത്തിൽ വിശ്വാസമുള്ളവർക്ക് അത് നിയമപരമായി നേരിടാം. താങ്കൾ പറഞ്ഞതുപോലെ നിയമപരമായി നേരിടാം എന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. അതിന് കാത്തിരിക്കാം നിയമത്തിന്റെ വഴിയിൽ. പക്ഷെ നോക്കൂ, അതിനേക്കാൾ എത്രമാത്രം ഭീതിതമാണ് ഈ സാഹചര്യം. അതല്ലേ നമ്മളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ അതല്ലേ ഏറ്റവും കൂടുതൽ പതിയിരിക്കുന്ന അപകടമായി മാറുന്നത്? അതെ, ഇതിൻ്റെ അകത്ത് ഒരു യോഗ്യതയുമില്ലാത്ത, ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത, ഒരു സമൂഹത്തിൽ റെസ്പെക്റ്റും ഇല്ലാത്ത കുറേ ആൾക്കാരെയാണ് ഈ സെൻസർ ബോർഡ് എന്ന് പറഞ്ഞാൽ അവിടെ കുത്തിത്തിരിക്കുന്നത്. ഇന്നയാളുടെ ഭാര്യ, ഇന്നയാളുടെ അമ്മായിയപ്പൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അല്ലാതെ ഒരു സിനിമാ സംവിധായകനെയോ സിനിമയെപ്പറ്റി നല്ല വിവരമുള്ള ആരും, അവർ ആത്മാഭിമാനമുള്ള ഒരാളും ആ സീറ്റിൽ പോയി ഇരിക്കില്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ അവിടെ ഇരുത്തി വായി തോന്നിയ പോലെ കോൺസ്റ്റിറ്റ്യൂഷണലി ലീഗലി നിലനിൽക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും അത് എഴുതി കൊടുക്കാതിരിക്കുന്ന കൂർമ്മ ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ചിട്ട് ഇവർ ചെയ്യുന്നത് ആ സിനിമയെ മാത്രമല്ല അവർ ഉപദ്രവിക്കുന്നത്. അവർ ഇനി സിനിമ എടുക്കാൻ പോകുന്ന ആൾക്കാരെയും ഈ സിനിമയെപ്പറ്റി എങ്ങനെ സിനിമയെ അപ്രോച്ച് ചെയ്യണമെന്ന് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവനും അവർ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് ഇതിലൂടെ. ഞാൻ ഇന്നലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കർ, ഒരുപാട് തവണ നാഷണൽ അവാർഡും പുറത്തൊക്കെ അവാർഡ് നേടിയിട്ടുള്ള അദ്ദേഹം എടുക്കുന്ന സിനിമയിൽ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അത് ഒറിജിനലി ഗോവിന്ദൻ എന്നായിരുന്നു ആ ക്യാരക്ടറുടെ പേര്. ഇവിടുത്തെ ഈ മൊത്തം ആംബിയൻസും കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു ആ പേരിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം അതിൻ്റെ അകത്ത് കുറച്ച് ഐഡിയോളജിക്കലി ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള അയാൾക്ക് ഗോവിന്ദൻ എന്തിന് പേരിട്ടു എന്ന് ആൾക്കാർ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, എസ്പെഷ്യലി ഈ സെൻസർ ബോർഡ് പോലെയുള്ള ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ആ പേര് മാറ്റി കുട്ടി എന്നാക്കി. കുട്ടി ഹിന്ദു ആവാം, മുസ്ലിം ആവാം, ക്രിസ്ത്യാനി ആവാം, ആരും ആവാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ സെൻസർ ബോർഡിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതാൻ പേനയെടുത്ത് കയ്യിൽ പിടിക്കുമ്പം തന്നെ, നമ്മൾ ഓരോ ദിവസത്തെ ഡയലോഗ് പറഞ്ഞു കൊടുക്കുമ്പം തന്നെ, നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഡബ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ നമ്മുടെ സൃഷ്ടിയെ സെൻസർ ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, അതിനു വേണ്ടിയുള്ള ഹിൻ്റാണ് ഇവർ നിരന്തരം തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നേരത്തെ കാരശ്ശേരി മാഷ് പറഞ്ഞതുപോലെ ഈ ഒരു സിനിമയുടെ കാര്യത്തിലോ ഈ ഒരു സ്പെസിഫിക് ഇഷ്യൂവിൻ്റെ കാര്യത്തിലോ നമ്മൾ ചർച്ച ചെയ്യുകയോ അല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻസറിങ് എടുത്ത് മാറ്റുക. ഇത്രയും വലിയ അണക്കെട്ടിങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്, എന്നിട്ട് ഒരു ചെറിയ പൈപ്പ്, ഡാമിൻ്റെ മറ്റേ അറ്റത്തുള്ള ഒരു ചെറിയ പൈപ്പിൻ്റെ ലീക്കിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബും മറ്റ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ 24 മണിക്കൂർ നേരവും നമ്മുടെ ഇന്ത്യൻ മൊറാലിറ്റി എന്ന് നമ്മൾ കൊട്ടിക്കൊഴിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിനൊക്കെ ഇടിച്ച് പൊളിച്ച് തകർത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ജാനകി, MT വാസുദേവൻ നായരൊക്കെ ആകാശത്തിരുന്ന് ചിരിക്കുന്നുണ്ടാവും. ജാനകി കുട്ടി എന്നുള്ള ജാട്ടി എന്ന പേരിലുള്ള അദ്ദേഹം ഒരു സിനിമ ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം മറ്റേ ചോരയും തുപ്പലും കൂടി മിശ്രിതം ഐഡലിന്റെ മുഖത്തേക്ക് തുപ്പിയ നിർമാല്യത്തിന്റെ കാര്യമൊക്കെ ഓർത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർ കാണിച്ചു കൂട്ടുന്ന ഇത് എവിടത്തേക്കാണ് നമ്മളുടെ യാത്ര? താലിബാനിലേക്കാണ്. നമ്മൾ താലിബാന് ഇത്രയും ദേഷ്യമാണ് നമ്മൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും
നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളൊരു താലിബാനാകണമെന്നുള്ള ആഗ്രഹമാണോ? എങ്ങോട്ടാണ് ഈ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും. ശ്രീ രാഹുൽ ഈശ്വർ, പത്താൻ സിനിമയിൽ ദീപിക പദുകോണിന്റെ സാഫ്രോൺ കളർ ബിക്കിനി ആയിരുന്നു എല്ലാവർക്കും പ്രശ്നം. എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു വശത്ത് രാഹുൽ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. പല ചർച്ചകളിലും രാഹുലിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റാണ് എന്ന് കണ്ട് അതിനുവേണ്ടി വാദിച്ച ഇടത്താണ് മറ്റു ചിലർ രാഹുലിനെ പോലെ, അല്ലെങ്കിൽ അത് ശരിയാണ്, അതിനെ എതിർക്കുന്നത് ശരിയാണ് എന്ന് ചിന്തിച്ചിരുന്ന മറ്റൊരു കൂട്ടരാണ് പറയുന്നത് ഇതിപ്പോൾ ഈ ജാനകി തെറ്റാണ് എന്ന് പറയാണ്. അങ്ങനെ തെറ്റ് കണ്ടെത്തി ഈ എല്ലാത്തിനും ഈ രീതിയിലുള്ള ഭീഷണി വെച്ചാൽ കലാകാരന്മാർ എന്താണ് പേന മടക്കി ഇരിക്കണം എന്നതാണോ ഈ കുറ്റപ്പെടുത്തുന്നവർ, അല്ലെങ്കിൽ അധികാരം ഈ രീതിയിൽ ഉപയോഗിക്കുന്നവർ എല്ലാം ആഗ്രഹിക്കുന്നത് അതാണോ? രേണുകാജി, ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. അത് ഒന്ന്, കാരശ്ശേരി മാഷ് ഗുരുതുല്യനാണ്, വളരെ ആദരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തോട് ബഹുമാന പുരസ്സരമുള്ള ഒരു വിയോജിപ്പും കൂടെ പറയാൻ അവസരം തരണം. ഇപ്പം ശ്രീ MF ഹുസൈന് രാജാരി വേർമ പുരസ്കാരം കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ അടക്കമുള്ളവരാണ് അതിനെതിരെ ക്യാമ്പയിൻ ചെയ്തത്. ഞങ്ങൾ ഹൈക്കോടതി ചെന്ന് അനുകൂലമായ വിധിയൊക്കെ നേടുകയുണ്ടായി. ഞങ്ങൾ ആദ്യമേ ഒരു നിലപാടെടുത്തിരുന്നു. നമ്മൾ ശ്രീ MF ഹുസൈനെ അഡ്രസ്സ് ചെയ്യുമ്പം ശ്രീ MF ഹുസൈനോ MF ഹുസൈൻ ജീന്നോ MF ഹുസൈൻ സാറെന്നോ നമ്മൾ അഡ്രസ്സ് ചെയ്യൂ. അദ്ദേഹത്തിന്റെ ചില പെയിന്റിങ്സിനോട് ആണ് നമുക്ക് എതിർപ്പ്. പ്രത്യേകിച്ച് സീത, ഇന്ത്യ, റേപ്പ് ഓഫ് ഇന്ത്യ തുടങ്ങിയ ചില പ്രയോഗങ്ങളോട് നമുക്ക് എതിർപ്പുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ തത്വാധിഷ്ഠിതമായ ഒരു മറുവശം, കാരശ്ശേരി മാഷ് പറഞ്ഞ ഒരു ലിബറൽ പൊസിഷൻ ആണെങ്കിൽ മറുവശത്ത് ഒരു കൺസർവേറ്റീവ് പൊസിഷൻ ഉണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെയാണ് നമ്മൾ പറയുന്നത് ലിബർട്ടി വേണം, ആരും വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ലിബർട്ടിയോടൊപ്പം സെൻസിറ്റിവിറ്റിയും കൂടി വേണം, ക്രിയേറ്റിവിറ്റി വേണം. പക്ഷേ ക്രിയേറ്റിവിറ്റിയോടൊപ്പം റെസ്പോൺസിബിലിറ്റിയും വേണം. ഉദാഹരണം, ഡെവിഞ്ചി കോഡ് എന്ന സിനിമ വന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയും യേശുക്രിസ്തു കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി, മഗ്ദലന മറിയയിൽ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു ഡാൻ ബ്രൗണ്ട്. ഞങ്ങളെല്ലാം അന്ന് പ്രതിഷേധിച്ചതാണ്. അത് യേശു എന്ന ചരിത്ര പുരുഷനെ വക്രീകരിക്കുകയാണ്. അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. സിനിമാറ്റിക്കലി ഉഗ്രൻ സിനിമയാണ്. പക്ഷേ അങ്ങനെ ഒരു ചരിത്ര പുരുഷനെ എനിക്ക് സിനിമാറ്റിക് ലിബർട്ടി ഉപയോഗിച്ച് മോശമായി കാണിക്കാമെന്ന് പറയുന്നത് ശരിയല്ല. നേരത്തെ അദ്ദേഹം പറയുകയുണ്ടായി ഒരു ലൈംഗിക തൊഴിലാളിക്ക് സീത എന്ന് പേരിടുക എന്നുള്ളത്. വിശ്വാസി എന്ന നിലയിൽ എനിക്ക് സീത എന്ന പേരിനോട് ഒരു പവിത്രതയുണ്ട്. ഒരു ലൈംഗിക തൊഴിലാളിക്ക് സീത എന്ന പേര് ഉള്ള ഒരു ലൈംഗിക തൊഴിലാളി ഇല്ല എന്ന് രാഹുലിന് ഉറപ്പ് നൽകാൻ പറ്റുമോ? അല്ലല്ലോ മാഡം, അങ്ങനെയല്ല. അങ്ങനെ ഒരു ഉറപ്പ് രാഹുലിനുണ്ടോ? സീത എന്ന പേരിൽ ഒരു ലൈംഗിക തൊഴിലാളി നമ്മുടെ നാട്ടിലില്ല എന്നൊരു ഉറപ്പ് രാഹുലിനുണ്ടോ? ഇല്ല, അങ്ങനെ കാണാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ആ പേര് സിനിമയിൽ പറ്റില്ല, സിനിമയിൽ ഞങ്ങൾ അനുവദിക്കില്ല, അതാണോ? അല്ല, ഒരു വിശ്വാസിക്ക് ആ സെൻസ് അല്ലെങ്കിൽ റൈറ്റ് ടു, ഞാൻ ഒന്ന് തീർത്തോട്ടെ, റൈറ്റ് ടു ബി ഒഫൻഡഡ്, അങ്ങനെ ഒരു അവകാശം കൂടിയുണ്ട്. അതായത് ഈ റൈറ്റ് ടു എക്സ്പ്രഷൻ പോലെ തന്നെ റൈറ്റ് ടു ബി ഒഫൻഡഡ് ഉണ്ട്. ഇപ്പൊ നേരത്തെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പേരാണ് മുഹമ്മദ്. നമ്മുടെ മുസ്ലിം സഹോദരന്മാർ പവിത്രമായി കാണുന്നതാണ്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലൊരു പേര് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കോൺട്രവേഴ്സി നടന്നതാണ്. ഇപ്പം മുഹമ്മദ് ആകട്ടെ, സീതയാകട്ടെ, രാമനാകട്ടെ, ഇത്തരം പേരുകളെ കൂട്ടുപിടിച്ചത് കൊണ്ട് ജാനകി എന്ന് ഉപയോഗിക്കുന്നതിനെതിരെ, അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതിനെതിരെ നിലപാടെടുക്കുന്നത് സാധൂകരിക്കപ്പെടുമെന്ന് താങ്കൾ കരുതണ്ട. ഏതൊരു പേരും ഏതൊരു കലാകാരനും അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ ചൂണ്ടുന്ന വിരലുകൾ അത് തെറ്റാണ്. അത് ഏത് പേരിന്റെ പേരിലായാലും ഏത് സാഹചര്യത്തിലായാലും. ഞാൻ ആ വാദം ഒന്ന് തീർത്തോട്ടെ. ആ വാദം മുഹമ്മദ് ആകാം, ഇപ്പൊ യേശു ആകാം, ഈശോ ആകാം, ശ്രീരാമനാകാം, സീതയാകാം, അയ്യപ്പനാകാം. ചില പേരുകൾക്ക് അതിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പവിത്രതയുണ്ട്. ആ പവിത്രതയെ മനഃപൂർവ്വം മോശമായി കാണിക്കാൻ ഒരാൾ ശ്രമിക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. അപ്പം ബോധപൂർവം അങ്ങനെ കരിവാരത്തേക്കുന്നവരില്ലേ? നമുക്കറിയില്ലേ? നമുക്ക് അങ്ങനെ ചെയ്യുന്നവർ അറിയില്ലെന്ന് ആൾക്കാർക്ക് ധാരണയുണ്ടെങ്കിൽ ന്യൂസ് 18 ഇപ്പം വരുന്ന ടോപ്പ് ചാറ്റുകളിൽ എടുത്തു നോക്കിയാൽ ചില വാക്കുകളും ചില പവിത്രമായ പേരുകളും എടുത്ത് മോശമായി പ്രയോഗിക്കുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ മതസ്ഥാപകരാകട്ടെ, ഈ ചില പേരുകൾക്ക്, അതായത് അറിയാതെ ഉപയോഗിക്കുന്നതല്ല, ബോധപൂർവം അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള ഒരു ധാർമ്മികത നമുക്ക് വേണം. ഞാനൊരു തൂവാനത്തുമ്പികൾ അഡിക്റ്റ് ആണ്. ഞാൻ ലാലേട്ടന്റെ ഭക്തനും പത്മരാജൻ സാറിന്റെ ഭക്തനുമാണ്. എന്നാൽ തൂവാനത്തുമ്പികളിൽ അന്ന് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നെങ്കിൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ബാബു നമ്പൂതിരിക്ക് തങ്ങളെന്ന പേരിടുന്നത് ശരിയല്ലെന്ന് പറയാൻ, ഞാൻ തൂവാനത്തുമ്പികളുടെ ഭക്തനാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത്, അത് ശരിയല്ലെന്ന് പറയാൻ ഒരു ധാർമ്മികത വേണം. കാര്യം ആ തങ്ങളെന്ന് പറയുന്ന പ്രയോഗം ബാബു നമ്പൂതിരി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ഒരു തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, കാര്യം ആ തങ്ങളെന്ന പേരിന് നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ ആൾക്കാർ ഒരു വാല്യൂ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചരിത്രത്തിലൂടെ നടന്നു വരുമ്പോൾ ചില വാക്കുകൾക്കും പദങ്ങൾക്കും ഒരു പ്രാധാന്യമുണ്ട്. അതിനെ പത്മരാജൻ സാർ ഒരിക്കലും മോശമായി ചിന്തിച്ചുകൊണ്ടായിരിക്കും. ചരിത്രത്തിലൂടെ നമ്മൾ നടന്ന് ചരിത്രത്തിൽ
ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ പിന്നോട്ട് നമ്മൾ സഞ്ചരിക്കുകയാണോ എന്നാണ് ശ്രീ രാഹുൽ തോന്നുന്നത്. താങ്കൾ പറഞ്ഞു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, പക്ഷേ ആ ഫ്രീഡം എത്രയാണെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നതാണ് താങ്കൾ പറയുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഭരണഘടന നൽകുന്നത് നിങ്ങൾ ഉപയോഗിച്ചോളൂ, പക്ഷേ ആ ഫ്രീഡം എവിടെ വരെ എന്നുള്ളത് ഞങ്ങൾ വരച്ചു തരും, അതിനുള്ളിൽ നിന്ന് ആയിക്കോളൂ എന്നതാണ് ഉദ്ദേശം. ഒരു വരി മാത്രം, റീസണബിൾ റെസ്ട്രിക്ഷൻസ്. അത് നമ്മുടെ നിയമ സംവിധാനത്തിൽ പോലും ഉണ്ട്. ഇപ്പൊ ഉദാഹരണം ഗാന്ധിജിയുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ സിംബൽസിന്റെ പേര്, റീസണബിൾ റെസ്ട്രിക്ഷൻസ് എല്ലാ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ്. അത് കേസ് നോക്കണം. മാഷിനെ പോലൊരാളി അൾട്രാ ലിബറൽ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു എന്നല്ല, ഒരു അൾട്രാ ലിബറൽ സ്റ്റാൻഡിനെ സപ്പോർട്ട് ചെയ്യരുത്. ഒരു റെസ്പോൺസിബിലിറ്റി വേണ്ട, സെൻസിറ്റിവിറ്റി വേണ്ട, ആവിഷ്കാര സ്വാതന്ത്ര്യം അപരിമിതമാണ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡിനെ സപ്പോർട്ട് ചെയ്യരുത്. റീസണബിൾ റെസ്ട്രിക്ഷൻസ് എല്ലാ സമൂഹത്തിലും ഉണ്ട്. അതില്ലാതൊരു സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയില്ല, അതില്ലാതൊരു സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. രാഹുൽ, ഇവിടെ ഇപ്പോ ഞാൻ രാഹുലിനോട് ചോദിച്ചുവല്ലോ, സീത എന്ന പേര് നമ്മൾ ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു, അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് നമുക്കറിയില്ല. സിനിമയിലേക്ക് വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാകുന്നു എന്നൊരു സാഹചര്യം, അതിനെ എങ്ങനെ ന്യായീകരിക്കും ശ്രീ രാഹുൽ? രാഹുൽ തന്നെ ഈ ചർച്ച തുടങ്ങുമ്പോൾ പറഞ്ഞു ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ സിനിമയിൽ ഇപ്പോൾ കാണുന്നത് ഇടുന്ന ഡ്രസ്സിനെതിരെ, ഉപയോഗിക്കുന്ന പേരിനെതിരെ, കഥയിൽ 2 കഥാപാത്രങ്ങൾ വരുമ്പോൾ അവിടെ ഹിന്ദു ക്രിസ്ത്യൻ കഥാപാത്രങ്ങൾ വരുമ്പോൾ അവരുടെ പേര് എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു. അപ്പോൾ ഒരു കലാകാരന് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അനുസരിച്ച്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ കല രൂപപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 കലാകാരന്മാർ നമ്മളോട് നേരിട്ട് സംവദിക്കുന്നത് രാഹുൽ കേട്ടുവല്ലോ. ഇത് എത്ര പേർക്കുള്ള മെസ്സേജായി മാറുന്നു. അപ്പോൾ ഇനി പേന എടുക്കുമ്പോൾ പേരേത്, സാഹചര്യം ഏത്, കഥാപാത്രങ്ങൾ ഏത് എന്ന് എഴുതാനിരിക്കുന്ന ഓരോരുത്തർക്കുമുള്ളൊരു മെസ്സേജായി ഇത് പോവുകയാണ്. കേന്ദ്രമന്ത്രി അഭിനയിക്കുന്ന സിനിമയിലാണ് ഈ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മോദിയുടെ പ്രത്യേക അനുമതി മേടിച്ചാണ് സുരേഷ് ഗോപി ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ എത്തിയിരിക്കുന്നത്. ആ സിനിമയ്ക്ക് ഇതാണ് ഗതിയെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താകും? ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെടുന്ന ഒരു വ്യക്തി എടുക്കുന്ന സിനിമയാണെങ്കിൽ എന്താകും അവസ്ഥ? അവിടെയാണ് രേണുകാജി ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ ദേശീയ മാധ്യമങ്ങളിൽ ഇരിക്കുമ്പോൾ, പലപ്പോഴും നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് നാഷണൽ മീഡിയയിൽ ഇരിക്കുമ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും ഇസ്ലാമോഫോബിയ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് സിനിമ വരുന്നുണ്ട്. അവരും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ആർഗ്യുമെന്റ് പറയാറ്. അവിടെയാണ് ചില പേരുകളും ചില സെൻസിറ്റിവിറ്റികളും മാന്യതയും മര്യാദയും നമ്മൾ പാലിക്കണം. ഞാൻ കുറച്ചുകൂടെ തുറന്നു പറഞ്ഞപ്പോൾ നേരത്തെ ഞാൻ പറയുകയുണ്ടായി, ഇപ്പൊ തങ്ങൾ എന്ന വളരെ നല്ല പേര്, ബാബു നമ്പൂതിരി അതിൽ യഥാർത്ഥത്തിൽ ഒരു പിമ്പായിട്ടാണ് അതിൽ ചെയ്തത്. അപ്പൊ ആ പേര് അതിനോട് അസോസിയേറ്റ് ചെയ്തതെന്ന് പറയാനുള്ള ഒരു മാന്യത, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ, ഇപ്പൊ സീത എന്ന പേര് എനിക്ക് വളരെ വിഷമം ഉണ്ടാവും. സീത എന്ന പേര് ഒരു സെക്സ് വർക്കർക്ക് ഇട്ട് ഒരു സിനിമയെ കാണിക്കുകയാണ്. ഇപ്പൊ സെക്സി ദുർഗ എന്ന് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമമായി. കാര്യം ദുർഗാദേവിയെ ഞാൻ പ്രാർത്ഥനയോടെ കാണുന്നതാണ്, നമ്മൾ അതിന്റെ പൂജയ്ക്ക് പോകുന്നതാണ്. അപ്പോൾ ആ വാക്ക് ദുർഗാദേവിയോട് ചേർത്ത് പറയുമ്പോൾ എനിക്കൊരു ഒരു ഇറിറ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് താല്പര്യക്കുറവുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ മുസ്ലിം സഹോദരങ്ങൾക്ക് പ്രവാചകൻ മുഹമ്മദിനെ കുറിച്ചോ ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, യേശുവിനെ കുറിച്ചോ പറഞ്ഞാൽ. അങ്ങനെയാണ് ഈശോ എന്ന സിനിമ വന്നപ്പം നമ്മുടെ പള്ളിക്കാര് ഈ വിഷയം റൈസ് ചെയ്തത്. അന്ന് ശ്രീ നാദിർഷി അടക്കം പള്ളിയിലെ അച്ഛന്മാരെ പോയി കൺവിൻസ് ചെയ്തു ജയസൂര്യയുടെ സിനിമ വേറെ ഒന്നിലുമായി ബന്ധമല്ല. അപ്പൊ ആരെങ്കിലും എതിർപ്പോ പ്രതിഷേധവും ഉയർത്തുകയാണെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യല്ലേ വേണ്ടത്, അല്ലാതെ അവരെല്ലാം പിന്തിരിപ്പന്മാരാണ്, നിങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ആൾക്കാരാണ്, ഞങ്ങൾ പുരോഗമനവാദികളാന്ന് പറയുന്നത് അർത്ഥം. എതിർപ്പ് വരുമ്പോൾ പേരൊക്കെ കൺവിൻസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യത്തിന് എങ്ങനെയൊക്കെ ആരെയൊക്കെ കൺവിൻസ് ചെയ്യേണ്ടി വരും? രാഹുൽ ചിരി വന്നു പോവുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ. ഏത് രീതിയിൽ എങ്ങനെ കൺവിൻസ് ചെയ്യും ഇങ്ങനെയുള്ള വിഷയങ്ങൾ? ശ്രീ എം എൻ കാരശ്ശേരി, ഇവിടെ ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികമാണ് ഇന്ന്. ഡാർക്കസ്റ്റ് ഹിസ്റ്ററി ഇൻ ഇന്ത്യ എന്നാണ് അതിനെക്കുറിച്ച് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കറുത്ത അധ്യായമായി കാണുന്ന ദിവസം നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച നയിക്കേണ്ടി വരികയാണ്. എന്ത് മാറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നത്? ഇത് എന്ത് തരം അടിയന്തരാവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ? ഇല്ല രേണുക, അടിയന്തരാവസ്ഥ കാലത്ത് സാഹചര്യവശാൽ ഒരു പത്രപ്രവർത്തകനായിരുന്ന ആളാണ് ഞാൻ അന്ന് മാതൃഭൂമിയിൽ സബ് എഡിറ്ററാണ്. അന്ന് നാട്ടുകാർക്ക് അറിയുന്നതും അറിയാത്തതുമായ അനേകം കാര്യങ്ങൾ എന്നെപ്പോലെ അനവധി പത്രപ്രവർത്തകർ അറിഞ്ഞിരുന്നു. അന്ന് അതൊന്നും അച്ചടിക്കാൻ നിവൃത്തിയില്ല. അപ്പം ഇപ്പോൾ വെറുതെ ആലോചിച്ച് നോക്കൂ, എൻ്റെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ചെറുകഥ അല്ലെങ്കിൽ ഒരു നോവല് ഞാൻ രചിക്കുമ്പോൾ അതിലെ പേരെന്താവണം എന്ന് തീരുമാനിക്കാൻ വേറെ ആളുകൾക്കാണ് അവകാശം, എനിക്കല്ല എന്നായി പറഞ്ഞത്. അതാണല്ലോ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേരിപ്പോൾ NS മാധവൻ, നമ്മുടെ മഹാനായ ചെറുകഥാകൃത്ത്, അദ്ദേഹം ഹിഗ്ഗിറ്റ എന്നൊരു ചെറുകഥ എഴുതി. അതിലെ ഒരു ഗുണ്ടയുടെ പേര് ജബ്ബാർ എന്നായിരുന്നു.
എന്തൊക്കെയാണ് അദ്ദേഹം ആക്ഷേപം കേട്ടത്? ഇപ്പോൾ മുസ്ലിം പേര് ഇടാൻ പാടില്ല, ഹിന്ദു ഇനിയിപ്പോ കഥകൾക്കൊക്കെ കഥാപാത്രം ഉണ്ടാകുമ്പോൾ ആ ആ ഈ ക കി കു എന്നൊക്കെ പേരിട്ട പ്രശ്നം തീർന്നല്ലോ അല്ലേ? ഇപ്പൊ നായികയുടെ പേര് ക എന്നാണ്, നായകന്റെ പേര് കി എന്നാണ്, ഒരു പ്രശ്നമില്ല. ഹിന്ദു അല്ല മുസ്ലിം അല്ല. അപ്പൊ അതിന് കറുപ്പിനും വെളുപ്പിനും ഒക്കെ കളറുണ്ട്. ഇപ്പൊ കാവി നിറം എന്ന് പറഞ്ഞ അർത്ഥം വന്നു, ചുവപ്പ് നിറം എന്ന് പറഞ്ഞ അർത്ഥം വന്നു, നീല പച്ച നിറം എന്ന് പറഞ്ഞ അർത്ഥം വന്നു. ഇതിനൊക്കെ അർത്ഥം ഉണ്ടല്ലോ. അതായത് പച്ച എന്ന് പറഞ്ഞ ഒരു അർത്ഥമുണ്ട്, കാവി എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്, ചുവപ്പ് എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്, വെള്ള എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്. അതൊക്കെ നമ്മൾ കൽപ്പിക്കുന്നതാണ്. അപ്പോ ജാനകി എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഭരണഘടന ഉറപ്പാക്കിയ ആവിഷ്കാര സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അതിൻ്റെ നഗ്നമായ ലംഘനമാണ്. അത്തരം കാര്യങ്ങളാണ് നിർഭാഗ്യവശാൽ സെൻസർ ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രകാശ് ബാരെ നേരത്തെ തന്നെ ഉന്നയിച്ച മാതിരി സാഹിത്യത്തിനോ നാടകത്തിനോ സീരിയലിനോ മറ്റൊന്നിനോ ഇല്ലാത്ത സെൻസറിങ് എന്തിനാണ് സിനിമയ്ക്ക് എന്ന് ആർക്കും ആലോചിച്ചാൽ മനസ്സിലാവില്ല. അതൊക്കെ പഴയ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഉണ്ടാക്കി വെച്ചത് എന്തിനാ വെച്ചാൽ അവർക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാനാണ്. അപ്പോൾ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇതിന്റെ യാതൊരു ആവശ്യമില്ല. ഇപ്പൊ നാടകത്തിന് സെൻസറിങ് ഇല്ലല്ലോ, സീരിയലിനുണ്ടോ? അതിലൊക്കെ എന്തെല്ലാം അന്യായങ്ങളും അക്രമം ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു മതക്കാരനെ വിമർശിച്ചു എന്നുള്ളതൊന്നല്ല, അതൊക്കെ സാഹിത്യത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ ഞാൻ രാഹുൽ ഈശ്വറിന് ഒരു ചെറിയ കാര്യം ഓർമ്മിപ്പിക്കാം. ഹിന്ദു പാരമ്പര്യം അനുസരിച്ച് പൂർണ്ണാവതാരം എന്ന് ആഘോഷിക്കപ്പെടുന്ന കഥാപാത്രമാണ് ശ്രീകൃഷ്ണൻ. ആ കൃഷ്ണനെ ഗാന്ധാരി ശപിക്കുന്നുണ്ട് മഹാഭാരതത്തിലെ അവസാന ഭാഗത്ത്. 3 പന്തീരാണ്ട് ചെല്ലുമ്പോൾ കൃഷ്ണ നിന്റെ കുലവും ഇതുപോലെ തമ്മിൽ തച്ച് നശിച്ചു പോട്ടെ എന്ന് ഭഗവാനെ അവതാരമായി ആഘോഷിക്കപ്പെടുന്ന കൃഷ്ണനെ ഗാന്ധാരി ശപിക്കുന്നുണ്ട്. കൃഷ്ണൻ മറുപടി പറഞ്ഞത് അമ്മേ സുബലജയെ ഗാന്ധാരി, നീ പറഞ്ഞ ഞാൻ മറ്റേ അല്ല മഹാഭാരതം കിളിപ്പാട്ടെന്ന് അവതരിക്കുന്നത് അമ്മയെ സുബലജയെ ഗാന്ധാരി, നീ പറഞ്ഞത് സത്യമായിട്ട് വരും എന്ന് പറയാൻ. അപ്പോ ദൈവത്തെ വിമർശിക്കാനും വേണ്ടി വന്നാൽ ദൈവത്തെ ശപിക്കാനും ഉള്ള ഊറ്റം ഏറ്റവും ചുരുങ്ങിയത് 2000 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യയിൽ രാമായണം ഉണ്ടായത്, അങ്ങനെയാണ് ഇന്ത്യയിൽ മഹാഭാരതം ഉണ്ടായത്. ആ പാരമ്പര്യം അവകാശപ്പെടുന്ന ഇന്ത്യക്കാരാണ് ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും എനിക്കൊരു സംശയമില്ല, എല്ലാ തരത്തിലുള്ള എതിരഭിപ്രായങ്ങളെയും പൊറുപ്പിച്ചിരുന്ന രാജാക്കന്മാരുണ്ടായിരുന്നു ഇവിടെ. ഒരു രാജാവിന്റെ പേര് ശ്രീരാമൻ എന്നാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഭരതൻ കാട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യം, മാനിച്ചു പോരുന്നില്ലല്ലോ ഈ ചാർവാക വിപ്രന്മാരെ എന്നാണ്. ചാർവാകന്മാര്, നിരീശ്വരന്മാര്, നിർമ്മതവാദികള്, അവരെ നീ മാനിക്കുന്നില്ലേ? അവര് കുതർക്കങ്ങൾ പറയുന്നവരാണ്, ദുഷ്ടന്മാരാണ്, പക്ഷെ അവരെ സംരക്ഷിക്കുക എന്നുള്ളത് രാജധർമ്മത്തിന്റെ ഭാഗമാണ് എന്ന് വനവാസിയായ ശ്രീരാമൻ തന്നെ കാണാൻ വന്ന അനുജൻ തന്റെ പാദുകങ്ങൾ അവിടെ പ്രതിഷ്ഠിച്ചിട്ട് രാജ്യം ഭരിക്കുന്ന ഭരതനോട് പറയുന്ന രംഗം വാൽമീകി രാമായണത്തിലുണ്ട്. അപ്പോ ഈ എതിര് പറയാ, വിമർശിക്കുക, ഇതൊക്കെ രാമായണത്തിലും മഹാഭാരതത്തിലും സുലഭമാണ്. അതിന് യാതൊരു തരത്തിലുള്ള വ്യത്യാസമില്ല. ഇപ്പം രാമൻ സീതയോട് ചെയ്തത് തെറ്റിപ്പോയി എന്ന് വാൽമീകിയോട് മാപ്പ് പറയുന്ന രംഗം വാൽമീകി രാമായണത്തിൽ ഉത്തരകാണ്ഡത്തിലുണ്ട്. ഇതാണ് ഇന്ത്യയുടെ കലാപാരമ്പര്യം എന്ന് പറയുന്നത്. നമ്മള് നായകന്മാരെ പോലെ പ്രതിനായകന്മാരെയും നമ്മുടെ കഥകളൊക്കെ എടുത്തു നോക്കുക, അതിലൊക്കെ പ്രതിനായകന്മാർക്കാണ് സ്ഥാനം. രാവണ വിജയം ആട്ടക്കഥ രാവണവധം ആട്ടക്കഥ, ദുര്യോധനവധം എന്നൊക്കെ പറയുമ്പോൾ പ്രതിനായകന്മാർക്കാണ് വലിയ സ്ഥാനം വരിക. അപ്പൊ ഇന്ത്യയിലെ രീതികൾ വളരെ വ്യത്യാസമാണ്. ആ രീതിക്ക് ഒട്ടും നിരക്കുന്നതല്ല സെൻസർ ബോർഡിന്റെ ഇപ്പോഴത്തെ നിലപാട്. സെൻസർ ബോർഡ് തന്നെ ആവശ്യമില്ല എന്നുള്ള എന്റെ നിലപാട് ഞാൻ ആവർത്തിക്കുന്നു. തീർച്ചയായും എന്തായാലും അതിക്രമത്തിനിരയാകുന്ന പെൺകുട്ടി സ്റ്റേറ്റിനോട് നിയമയുദ്ധത്തിന് തയ്യാറെടുക്കുന്ന തുടർ നിയമയുദ്ധം നടത്തുന്നതാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ആ നിയമയുദ്ധം സ്റ്റേറ്റിനോട് ചെയ്യട്ടെ, അവരുടെ അവകാശ സംരക്ഷണത്തിനായി. അതിൽ അവർ വിജയം കാണട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം.